ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ സോറ്റീരിയോളജി അല്ലെങ്കിൽ രക്ഷാദൈവശാസ്ത്രം 7ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വരികയാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇവിടെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ, മറ്റു പലയിടത്തും എടുത്താൽ ഇറുക്കിയെത്തില്ല. അപ്പം ദൈവം അങ്ങനെയൊരു നല്ല ഓഡിയൻസിനെ തന്നിട്ടുള്ള ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നാളത്തെ എൻഗേജ്മെൻറ്റ് ബെട്രോത്തലുമായി ബന്ധപ്പെട്ട പലർക്കും കടന്നു വരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു പക്ഷെങ്കിൽ ഇത് അൺഎഡിറ്റഡ് വേർഷന് എല്ലാവർക്കും ഒന്ന് പ്രൈവറ്റായിട്ട് കൊടുത്താൽ അടുത്ത ആഴ്ച കേൾക്കാത്തവർക്ക് കേട്ടിട്ട് വരാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. അനുസരണക്കേടിനെക്കുറിച്ച് ദൈവം എന്ത് മുന്നറിയിപ്പ് നൽകിയോ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം മുന്നറിയിപ്പ് വല്ലതും നൽകിയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ പ്രാധാന്യം എന്താണ്? ദൈവം നീതിമാനാണ്. ബൈബിളിൻ്റെ ആദ്യ പേജ് തൊട്ട് ദൈവം നീതിമാനാണ്, ദൈവം സ്നേഹവാനാണ് എന്നുള്ളത് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചേക്കുക. ഐ ആം ഫെയർ, ഐ ആം ജസ്റ്റ്. അപ്പം വാസ്തവത്തിൽ മനുഷ്യന് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും ദൈവത്തിനില്ല. കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു വെച്ചാൽ മതി. എന്നാൽ ദൈവം കൃത്യമായിട്ട് ആദമിനും ഹവ്വയ്ക്കും മുന്നറിയിപ്പ് നൽകി. നീ ഈ മുന്നറിയിപ്പ് ലംഘിച്ചാൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇന്നതൊക്കെയാണ്, അതുകൊണ്ട് സൂക്ഷിക്കണം. മരണം എന്നുള്ള ഒരു ആശയം ആ കാലത്ത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഹവ്വ മരണത്തെക്കുറിച്ച് ശരിക്കും ഭയപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് സാത്താനോട് പറയുന്നത് ആ വൃക്ഷത്തെ തൊടാൻ പോലും പാടില്ല, വളരെ ഗൗരവകരമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ദൈവം വളരെ വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ്, അനുസരണക്കേടിനെ കുറിച്ചുള്ള മുന്നറിയിപ്പ്, അല്ലെങ്കിൽ സ്വയനിയന്ത്രണം, സ്വയഭരണം, ഞാൻ എൻ്റെ കാര്യം നോക്കിക്കൊള്ളാം, ദൈവത്തെ ഒഴിവാക്കിയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള മനുഷ്യ തീരുമാനം വന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് ദൈവം മനുഷ്യന് പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മൾ ആ പരീക്ഷണത്തിലേക്ക് വരികയായിരുന്നു. സർപ്പം സാത്താനായിരുന്നുവോ? ഈ സർപ്പം തന്നെ സാത്താനായിരുന്നുവോ? സാത്താൻ ജഡാവതാരം എടുത്തു വന്നതാണോ? അതോ സാത്താൻ ഈ ഒരു പാമ്പിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് തനിക്ക് പറയാനുള്ളത് പാമ്പിലൂടെ പറഞ്ഞതാണോ? അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ബൈബിളിലെ ട്രെൻഡ് വെച്ച് നോക്കിയാൽ ജീവികളിൽ അധിവസിച്ച് അവയെ ഏറ്റെടുത്ത് അവയിലൂടെ ചില സന്ദേശങ്ങൾ പറയാൻ പിശാച് ശ്രമിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവവും ശ്രമിച്ചിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. ബിലയാമിൻ്റെ കഴുത സംസാരിച്ച് നമ്മൾ കാണുന്നുണ്ട്. അപ്പം പിശാചും ഔവണ്ണം ഈ സർപ്പത്തെ ഉപയോഗിച്ചതായിരിക്കാനായിട്ടാണ് സാധ്യത. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്ത പോലെ ഈ സർപ്പം ഏറ്റവും നല്ല ഒരു മാധ്യമമായിരുന്നു. അതുകൊണ്ടാണ് പിശാച് സർപ്പത്തെ തന്നെ ഉപയോഗിച്ചത്. ഒന്നാമത്, ഈ സർപ്പം വളരെ പരിചിതമായിരിക്കണം ഹവ്വയ്ക്ക്, എല്ലാ ദിവസവും കാണുന്ന ഒരു ജീവി. അതേസമയത്ത് പിശാചാണെന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കാർഡൊക്കെ കൊടുത്തിട്ട് എനിക്ക് നിന്നെ ഒന്ന് തെറ്റിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞാൽ ഹവ്വ ഒരു പക്ഷേ അതിൽ വീഴത്തില്ലായിരുന്നു. അപ്പോൾ പിശാച് അനുയോജ്യമായിട്ടുള്ള ഒരു മുഖാന്തരമായിരുന്നു, മാധ്യമമായിരുന്നു. അതുകൊണ്ട് പിശാചിനെ പാമ്പിനെ സാത്താൻ ഉപയോഗിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു. അതുപോലെ മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് കാരണക്കാരൻ സാത്താനാണോ, പിശാചാണോ ഉത്തരവാദി, അതോ മനുഷ്യനാണോ? നമ്മൾ അത് ചിന്തിച്ചത് 100% മനുഷ്യനും 100% പിശാചും മനുഷ്യൻ്റെ വീഴ്ചയ്ക്ക് ഉത്തരവാദിയാണ്. മനുഷ്യന് ഫ്രീ വില്ലുള്ളത് കൊണ്ട് അവൻ ചെയ്യുന്ന ഏത് കാര്യത്തിനും ശരിയായാലും തെറ്റായാലും അവന് 100% ഉത്തരവാദിത്വമുണ്ട്. ഫ്രീ വില്ലുള്ള മനുഷ്യന് ആര് പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ ആര് തെറ്റിദ്ധരിപ്പിച്ചു ഇതൊന്നും വിഷയമല്ല. അവനവൻ്റെ തീരുമാനത്തിന് അവനവനാണ് ഉത്തരവാദിത്വം. അതേസമയത്ത് തന്നെ പിശാചിനും സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. വെറുതെ ഇരുന്ന മനുഷ്യനെ പറഞ്ഞ് തെറ്റിച്ച് പാപം ചെയ്യാൻ ഇടയാക്കിയത് കൊണ്ട്, അതുകൊണ്ട് 100% ഉത്തരവാദിത്വം പിശാചിനുമുണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ സാത്താൻ ഒരു സർപ്പമായി പ്രത്യക്ഷപ്പെട്ടതാണോ, അതോ ഒറിജിനൽ സാത്താന് യേശുക്രിസ്തു ജഡാവതാരം എടുത്തതുപോലെ വന്നതാണോ? അതൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സാത്താന് ഒരു പാമ്പിലൂടെ പ്രവർത്തിച്ചതാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സാത്താന് ഒരു സർപ്പമായി പ്രത്യക്ഷപ്പെട്ടതാണോ? ഈ കാര്യത്തിൽ ബൈബിള്
സമ്പൂർണ്ണ വ്യക്തത നൽകുന്നില്ല. അതായത് ഇതിന് രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, സർപ്പത്തെ ബാധിക്കുക, പൊസഷൻ. നമുക്കറിയാം, നമ്മൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അനേക വ്യക്തികളെ പിശാച് അല്ലെങ്കിൽ ഭൂതം ബാധിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഭൂതം എന്ന് പറഞ്ഞാൽ പിശാചിനും ചില ഹയറാർക്കിയൊക്കെ ഉണ്ട്. ഏറ്റവും ഉയർന്നത് സാത്താനാണ്, ഇങ്ങു താഴെ ഭൂതങ്ങളാണ്, ഇതിനിടയ്ക്ക് പിശാചുക്കളുണ്ട്. ഇങ്ങനെയുള്ള ഹയറാർക്കി ഉണ്ട്. അതിലേറ്റവും താഴത്തെ ഇനമാണ് ഭൂതങ്ങൾ. ഭൂതങ്ങൾ മനുഷ്യനെ ബാധിക്കുന്നതായിട്ടും ഭൂതങ്ങൾ സംസാരിച്ചതായിട്ടും ഭൂതങ്ങൾ നന്മ പറഞ്ഞതായിട്ടും തിന്മ പറഞ്ഞതായിട്ടും ഒക്കെ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം രണ്ട് രീതിയിലാണ് ഈ പിശാചിലൂടെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നത്. ഒന്ന്, പൊസഷനാണ്. അതായത് അതിനെ ടേക്ക് ഓവർ ചെയ്യുക. ഒരു വൈറസ് നമ്മുടെ കമ്പ്യൂട്ടറിനെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പോലെ പിശാചിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് തനിക്ക് ഇഷ്ടമുള്ളത് പിശാചിനെ കൊണ്ട് ചെയ്യിക്കുക. അതാണ് പൊസഷൻ. രണ്ടാമത്തേത്, സാത്താൻ തന്നെ സർപ്പമായിട്ട് അവതരിക്കുക. യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തതുപോലെ സാത്താൻ ജഡാവതാരം എടുത്തു വരിക. ഈ രണ്ട് സാധ്യതകളാണ് ഉണ്ടായിരുന്നത്. അതിൽ സാത്താൻ സർപ്പത്തിൽ പ്രവേശിച്ച് അതിനെ ഉപയോഗിച്ചതായിരിക്കാനായിട്ടാണ് സാധ്യത. അല്ലാതെ സാത്താന് ഒരു പാമ്പായിട്ട് അവതരിച്ച് ജഡാവതാരമെടുത്ത് യേശുക്രിസ്തു വന്നതുപോലെ വന്നതാകാനുള്ള സാധ്യതയെക്കാളും ഒരു പൊസഷൻ ഉള്ള സാധ്യതയാണ്. പൊസഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിയുടെ, ഒരു മനുഷ്യനാണെങ്കിൽ മനുഷ്യനെ സമ്പൂർണമായിട്ട് അവനിൽ പ്രവേശിച്ചിട്ട് അവൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. ഇത് പിശാചിന് കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ധാരാളം അതുപോലുള്ള ഉദാഹരണങ്ങളുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ അത്ര കണ്ട് കാണുന്നില്ല. ഒരു പക്ഷെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് മനുഷ്യനെ എങ്ങനെയെങ്കിലും തെറ്റിക്കാമോ എന്ന് വിചാരിച്ച് ആശയ്ക്ക് വിരോധമായി ആശയോട് പിശാച് അതിൻ്റെ സകല ശക്തിയും ഇട്ട് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കാം യേശുക്രിസ്തുവിൻ്റെ കാലത്ത് അത്ര കണ്ട് ഭൂതബാധ ഉണ്ടായത് എന്ന് ചിന്തിക്കാനുള്ള ന്യായമുണ്ട്. ഏതായാലും പിശാചിന് മനുഷ്യനെ ബാധിക്കാൻ കഴിയും, ഇന്നും കഴിയും, എന്നും കഴിയും. പക്ഷേ ഈ കാലത്ത് പിശാച് മനുഷ്യനെ പൊസസ് ചെയ്യുന്ന, ഈ ബാധിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മലയാളം ക്ലിയർ ആകുകയില്ല, പൊസസ് ചെയ്യുക. എന്താ പൊസസ് എന്ന് പറഞ്ഞാൽ? ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നിയന്ത്രണം ഏറ്റെടുക്കുക. അപ്പം പിശാച് നിയന്ത്രണം ഏറ്റെടുക്കുന്ന ഒരു രീതി പിശാചിനുണ്ട്. ആ രീതിയിലായിരിക്കാം മനുഷ്യനെ പിശാച് ഉപയോഗിച്ചത്. ഇന്നും ഇത് സാധ്യമാണ്. പലപ്പോഴും നമ്മൾ പൈശാചിക ബാധയെ അങ്ങ് നിരാകരിക്കാറുണ്ട്. അങ്ങനെ നിരാകരിച്ചിട്ട് കാര്യമില്ല. പിശാചിന് ഇന്നും തീർച്ചയായിട്ടും ബാധിക്കാനായിട്ട് കഴിയും. പക്ഷെ പിശാച് ഇന്ന് ആ ഒരു രീതി കുറച്ചിട്ടുണ്ട്. കാരണം പിശാച് ഒരാളെ നേരിട്ട് ബാധിക്കുകയാണെങ്കിൽ ആ ആളിനെ സഹായിക്കാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിന് വരും. അതുകൊണ്ട് പിശാച് നേരിട്ട് ബാധിക്കുന്ന സ്ട്രാറ്റജി ഇന്ന് വളരെ കുറവാണ്. പിശാചിനെ ഉപാസിക്കുന്നവർ, പിശാചിനെ സേവിക്കുന്നവർ, അതിനെ സ്വീകരിക്കുന്നവരിലാണ് ഇന്ന് കൂടുതലും പൊസഷൻ കാണുന്നത്. അല്ലാതെ വെറുതെ പോകുന്ന ഒരാളിൽ പൊസഷൻ കാണാനുള്ള സാധ്യത ഈ കാലത്ത് കുറവാണ്. പക്ഷേ അസാധ്യമാണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പൈശാചിക ശക്തികൾ മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കാവുന്നതായി ബൈബിളിൽ സൂചിപ്പിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനേക ഭാഗങ്ങളിൽ, പഴയ നിയമത്തിലാണെങ്കിൽ ശൗലിനെ പിശാച് ബാധിച്ചതായിട്ടും ശൗല് പ്രവചിച്ചതായിട്ടും വായിക്കുന്നുണ്ട്. ഒരു ദുരാത്മാവ് ശൗലിനെ ബാധിച്ചിട്ട് ശൗല് പ്രവചിച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു പിശാച് ബാധ ഏതു തരത്തിലാണ് വരാൻ കഴിയുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയത്തില്ല. ശൗലിന് പിശാച് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവചനം അങ്ങോട്ട് തുടങ്ങും. ഇതാ ഇന്നത് സംഭവിക്കാൻ പോകുന്നു, അത് സംഭവിക്കാൻ പോകുന്നു, ഇത് സംഭവിക്കാൻ പോകുന്നു, അല്ലെ വിലയേറിയ കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിലേക്ക് ശൗല് പോകുമായിരുന്നു. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ശൗലിനെ പിശാച് ബാധിക്കുമെന്ന് പ്രവചിച്ചായിട്ട് വരെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ പൈശാചിക ശക്തികൾ മനുഷ്യരെയും മൃഗങ്ങളെയും ബാധിക്കാവുന്നതായിട്ട് ബൈബിളിൽ സൂചനയുണ്ട്. ആ രീതിയിലായിരിക്കണം ഈ പാമ്പിനെ ഉപയോഗിച്ചത്. പത്രോസിലൂടെ സാത്താൻ പ്രവർത്തിച്ചതിനാൽ യേശു പത്രോസിനെ സാത്താൻ എന്ന് വിളിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. സാത്താന് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടും, മരിക്കും എന്ന് പറഞ്ഞപ്പോൾ നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പത്രോസ് പറയുമ്പോൾ കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്, സാത്താനെ എന്നെ വിട്ടുപോ എന്നപ്പം പത്രോസിലൂടെ അപ്പോൾ ആ വാക്കുകൾ പറഞ്ഞത് സാത്താനാണ്.
ബൈബിളിലും ഭൂതബാധയെക്കുറിച്ച് ധാരാളം റെഫറൻസ് ഉണ്ട്. സാത്താൻ സർപ്പത്തെ ഒരു മാധ്യമമായി ഉപയോഗിച്ചിരിക്കാം. കാരണം അത് തന്ത്രപരവും അവൻ്റെ ഉദ്ദേശത്തിന് അനുയോജ്യവുമായിരുന്നു. തൻ്റെ ഉദ്ദേശം മനുഷ്യനെ തെറ്റിക്കുക എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലും മനുഷ്യനെ തെറ്റിക്കണം. എന്തിനാ തെറ്റിക്കുന്നത്? താന് ശ്രമിച്ചത് ദൈവത്തിൻ്റെ ദൈവമാകാനായിട്ടാണ്. നമ്മൾ അത് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഞാൻ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മുകളിലൊരു ശക്തിയായിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ത്രിയേകത്വത്തിൽ പിതാവ് വഹിക്കുന്ന പങ്ക് ദൈവത്തെ ഒരു 4 ഘടകങ്ങളാക്കി മാറ്റിയിട്ട് ആ ചതുഷ്കോണത്തിൽ പിതാവിൻ്റെ റോള് ഞാൻ വഹിക്കുമെന്നുള്ള ആഗ്രഹമായിരുന്നു പിശാചിന് വാസ്തവത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ത്രിയേകനായ ദൈവത്തിൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്നെ കൂടെ അങ്ങ് ഇമ്പോസ് ചെയ്തിട്ട് ആ പിതാവ് ചെയ്ത റോള്, അതായത് സ്വർഗത്തിൻ്റെ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും, ഇതായിരുന്നു സാത്താൻ്റെ ആഗ്രഹം. അത് പരാജയപ്പെട്ടത് കൊണ്ട് ദൈവത്തിൻ്റെ ആരാധകരെ ഇല്ലാതാക്കുക. സാത്താന് വേണ്ടിയിരുന്നത് സമാഗമ പർവ്വതത്തിലിരുന്ന് ഈ പ്രപഞ്ചത്തിലെ സകലത്തിൻ്റെ ആരാധന സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു. ഇന്ന് പിതാവ് ചെയ്യുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ സകലത്തിൻ്റെ ആരാധന സ്വീകരിക്കുക, ഇതായിരുന്നു പിശാചിൻ്റെ ആഗ്രഹം. അത് പരാജയപ്പെട്ടു പോയി. ദൈവം പിശാചിനെ പരാജയപ്പെടുത്തി. ഇത് നമ്മൾ കൂടുതലും ഏറ്റവും ക്ലിയറായിട്ട് വായിക്കുന്ന യെശയ്യാപ്രവചനം 14-ാം അധ്യായമാണ്. പിന്നെ യെഹെസ്കേൽ പ്രവചനം 28 തൊട്ട് 32 വരെയുള്ള അധ്യായങ്ങളിൽ സോർ പ്രഭു എന്നുള്ള അർത്ഥത്തിൽ പിശാചിനെക്കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ 2 ഭാഗങ്ങളും വായിച്ചാൽ പിശാചിന് പറ്റിയ അബദ്ധത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പിശാച് ദൈവത്തിൻ്റെ സമാഗമ പർവ്വതത്തിൽ ഇരുന്നരുളാണ് എന്ന് പറഞ്ഞാൽ പിതാവ് വഹിച്ചിരുന്ന പങ്ക് താനും ദൈവത്വത്തിലേക്ക് ചേർക്കപ്പെട്ടിട്ട് പിതാവിൻ്റെ പങ്ക് സമാഗമ പർവ്വതത്തിൽ നിന്ന് അരുളി ആരാധനയൊക്കെ സ്വീകരിച്ച് ഇങ്ങനെ വിരാജിക്കണം എന്നുള്ളതായിരുന്നു പിശാചിൻ്റെ ആഗ്രഹം. അപ്പം ഇനിയും പിശാചിൻ്റെ ആഗ്രഹം, എനിക്ക് പറ്റിയില്ലെങ്കിൽ ഈ സാക്ഷാൽ പിതാവിന് ഇത് പറ്റാൻ പാടില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ ആരാധന ഇല്ലാതാക്കാനായിട്ട് പിശാച് ഇത്രയധികം ശ്രമിക്കുന്നത്. എവിടെ ആരാധനയ്ക്കെതിരായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നു, അന്നേരമേ ഓർത്തോണം ഇത് വേറെ ഒരു പുള്ളിയുടെ സ്കീമാണ്. ആ പുള്ളി പിശാചാണ്. കാരണം ദൈവിക ആരാധന മുഴുവൻ സ്വീകരിക്കാനായിട്ട് സമാഗമ പർവ്വതത്തിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു, നടന്നില്ല. അതുകൊണ്ട് ഇനി ആരും ദൈവത്തെ ആരാധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതായിരുന്നു പിശാചിൻ്റെ ആഗ്രഹം. അപ്പോൾ ആരാധനയെ എതിർക്കുന്നത് ഒരു പൈശാചികമായിട്ടുള്ള എഫർട്ടാണ്. ഓക്കെ, ഓരോ ഉദ്ദേശത്തിനും അനുയോജ്യമായ ആളുകളെയും നമ്മളും ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഒരു കാർഡിയോളജിക്കൽ പ്രശ്നം വന്നാൽ നമ്മൾ ഒരിക്കലും ഒരു വെറ്റിനറി സർജൻ്റെ അടുത്ത് പോവുകയില്ല. പോകുമോ? അദ്ദേഹം അനുയോജ്യനല്ല. അപ്പം നമ്മുടെ ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഓരോ കാര്യത്തിനും യോജിക്കുന്ന ആളിൻ്റെ അടുത്ത് പോവുക. തലമുടി വെട്ടണമെങ്കിൽ നമ്മൾ ടൈലറുടെ അടുത്ത് പോവുകയില്ല അല്ലേ? ടൈലറുടെ കട്ട എങ്ങനെ കിട്ട് 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 കിട്ടു എന്നുള്ള കട്ടാണോ? അല്ല, നേരിട്ട് ഒറ്റ കീറ അല്ലേ? സോ അത് ബാർബറുടെ കട്ടോ ഈ ടിങ്കിട്ടറൊക്കെ വെച്ച് കിട്ട് കിട്ട് കിട്ടും. അങ്ങനെ ഈ ടൈലർ മുറിക്കുന്ന പോലെ നമ്മുടെ തല മുറിച്ചാൽ എങ്ങനെ ഇരിക്കും? കുഴപ്പമല്ലേ? അനുയോജ്യരെയാണ് നമ്മൾ പോലും ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിശാചും ഇതേ കോമൺ സെൻസ് ഉപയോഗിച്ച് ഇതിന് ഏറ്റവും പറ്റിയ ആൾ ആരാ, ആ ആളിനെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. സാത്താൻ സർപ്പത്തെ ഏറ്റവും അനുയോജ്യമായിട്ട്, സർപ്പത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് സകല ജീവികളിലും ക്രാഫ്റ്റിയായിരുന്നു, കൗശലം നിറഞ്ഞതായിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പം കർത്താവ് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ പരിശുദ്ധിയും ബുദ്ധിയുള്ളതുമായിരുന്നു. ഈ 2 സ്വഭാവം. ഈ ബുദ്ധി എന്ന് പറയുന്ന വാസ്തവത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയൊന്നുമല്ല, ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള ഇൻ്റലിജൻസാണ്. എന്തായാലും പിശാചിൻ്റെ ഈ 2 ക്വാളിറ്റി ഉപയോഗിക്കാൻ പറ്റും എന്ന് പാമ്പിൻ്റെ ഈ 2 യോഗ്യതകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പിശാചിന് അറിയാമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഹവ്വയുമായിട്ടുള്ള പരിചയം. ഹവ്വ ഇന്ന് നടക്കാൻ പോകുമ്പോൾ ഈ പുള്ളി ഇങ്ങനെ കറങ്ങി കറങ്ങി പോകുന്നത് കാണുന്നത് നല്ല പരിചിതനാണ്. എല്ലാ ദിവസവും അന്യോന്യം സംസാരിക്കാറുണ്ടായിരിക്കും, ആശയവിനിമയമൊക്കെ നടത്താറുണ്ടായിരിക്കും. ഹവ്വയും ഇതിൻ്റെ സുഖസൗകര്യങ്ങളെക്കുറിച്ചൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ അന്ന് എഴയുകയായിരുന്നിരിക്കത്തില്ല, നടക്കുകയായിരുന്നിരിക്കും. അപ്പം വളരെ അടുത്ത പരിചയമുള്ള ഒരു ഏജൻറ്റിനെ വിട്ടതായിരിക്കാം. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, പലപ്പോഴും നമ്മളെ വഴിതെറ്റിക്കുന്നത് അടുത്ത ഏജൻറ്റുകളാണ്. അനന്യാസും സഫീറയും അന്യോന്യം വഴിതെറ്റിച്ചത് അടുത്ത ഏജൻറ്റുകളാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും
നമ്മളെ വഴിതെറ്റിക്കാൻ ഏറ്റവും അടുപ്പമുള്ളവർക്ക് കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് സൂക്ഷിക്കണം. അടുപ്പമുള്ളവരുടെ ഉപദേശം പോലും ദൈവഹിതം അനുസരിച്ചാണോ എന്ന് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, അല്ലെങ്കിൽ നിരാകരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം പിശാച് ഏറ്റവും അനുയോജ്യനാണ്. അതുകൊണ്ട് ഈ പിശാചിനെ പൊസസ് ചെയ്തതായിരിക്കാം, ബാധയായി തീർന്നതായിരിക്കാം പിശാചിൻ്റെ മേല്. ഓക്കെ, എന്തിനാണ് ഒരു മധ്യവർത്തിയെ ഉപയോഗിച്ച്? അടുത്ത ചോദ്യം. നേരിട്ടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നുവോ? ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു പോയതാ. സാത്താൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിൽ അത് ഹവ്വ അവൻ്റെ വാക്ക് കേൾക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആയിരുന്നേനെ. ഞാനാണ് മിസ്റ്റർ സൈറ്റൻ, ഐ ഹാവ് ആൻ അഡ്വൈസ് ഫോർ യു. നിനക്ക് ഒരു ഉപദേശം തരാനുണ്ട്. ഈ പഴം ദൈവം തിന്നരുതെന്ന് പറഞ്ഞ് പറിച്ചു തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും, അതുകൊണ്ട് ഗെറ്റ് റെഡി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഹവ്വ ഒരിക്കലും സ്വീകരിക്കത്തില്ലായിരുന്നു. ഹവ്വയ്ക്ക് ഒരു പക്ഷേ അറിയത്തില്ലെങ്കിൽ പോലും ഒരപരിചിതൻ വന്ന് പറയുമ്പോൾ ഒരിക്കലും ഹവ്വ സ്വീകരിക്കത്തില്ലായിരുന്നു. പരിചിതനായ ഒരു ഏജന്റിനെ ഉപയോഗിക്കുന്നത് കൂടുതൽ വിജയകരമാകുമായിരുന്നു. അതിനാലാണ് സർപ്പത്തെ ഉപയോഗിച്ചത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 2 ക്വാളിഫിക്കേഷൻസ് കൂടെ സർപ്പത്തിനുണ്ട്. നല്ല കൗശലക്കാരനാണ്, നല്ല പ്രസൻറ്റേഷൻ സ്കില്ല. വഴിതെറ്റിക്കുന്നവർക്കെല്ലാം നല്ല പ്രസൻറ്റേഷൻ സ്കില്ല അല്ലേ? നുണ പറയാനുള്ള കഴിവ്, അല്ലെങ്കിൽ തന്നെ പകുതി സത്യങ്ങളൊക്കെ സമ്പൂർണ്ണ സത്യങ്ങളായിട്ട് പറയാനുള്ള കഴിവൊക്കെ കാണും. ഈ പിശാചും അങ്ങനെയുള്ള കൗശലമുള്ളവനായിരുന്നു, ബുദ്ധിയുള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ഒരു മധ്യവർത്തിയെ ഉപയോഗിക്കാനായിട്ട് തീരുമാനിച്ചത്. സാത്താൻ നേരിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ദൈവത്തിനും ഇടപെടാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകുമായിരുന്നു. ഈ ഇവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, would it be having a kind of a understanding language? ഇവരെങ്ങനെ ആയിരിക്കും അന്യോന്യം സംസാരിച്ചത്? അതാണ് ചോദ്യം. അത് അടുത്തൊരു സ്ലൈഡായിട്ട് വരുന്നുണ്ട്, അന്നേരം എടുത്താൽ പോരെ. ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കണേ. സാത്താൻ നേരിട്ട് ഇടപെട്ടിരുന്നെങ്കിൽ ദൈവത്തിനും ഇടപെടാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകുമായിരുന്നു. ഡു യു എഗ്രി? എന്തുകൊണ്ട്? പിശാച് നേരിട്ട് വന്ന് മനുഷ്യനെ തെറ്റിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ദൈവം ഇടപെടേണ്ടി വരുമായിരുന്നു. ഞാനങ്ങനെ എഴുതിയോണ്ട് ശരിയാണ്, നിങ്ങളെല്ലാം സമ്മതിക്കും. എന്തുകൊണ്ട്? നമ്മൾ വഴിയെ പോകുമ്പോൾ ഒരു ഗുണ്ട മീശയൊക്കെ പിരിച്ച് എടുക്കടാ കാശ് എന്ന് പറഞ്ഞാൽ കത്തിയും കാണിച്ച് എന്ന് പറഞ്ഞാൽ പോലീസിന് നമ്മളെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ? അതിനാ പോലീസ് അല്ലേ? പലപ്പോഴും അവർ തന്നെയാണ് ഈ പണിയൊക്കെ ചെയ്യുന്ന പലയിടത്തും. പക്ഷെ ശരിക്കും പിശാച് നേരിട്ട് വന്ന് നമ്മളെ ഉപദ്രവിച്ചിരുന്നുവെങ്കിൽ അതിലിടപെടാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിനുണ്ടാകുമായിരുന്നു. എങ്ങനെ അറിയാം? നമുക്ക് താഴോട്ടൊന്ന് നോക്കാം. 1 ദിനവൃത്താന്തം 14:11 വാക്യം. ആസയുടെ പ്രശസ്തമായ പ്രാർത്ഥന ഒന്നെടുക്കാമോ? മൈക്കിൽ വായിക്കണം. 2 ദിനവൃത്താന്തം 14:11. 2 വായിക്കണം എന്ന് തോന്നുന്നു. 2 ദിനവൃത്താന്തം 14:11. ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവേ, ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിക്കുവാൻ നീയല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ സഹായിക്കണമേ. നിന്നിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പുരുഷാരത്തിനു നേരെ പുറപ്പെട്ടു വന്നിരിക്കുന്നു. യഹോവേ. ഓക്കെ, ആസ പറയുന്ന ഈ പ്രിൻസിപ്പിളാണ്. ബലവാനും ബലഹീനനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഇടപെടാനുള്ള ഉത്തരവാദിത്വം നിനക്കുണ്ട്. അതാ കഴിഞ്ഞ ദിവസം ബാബുച്ചാനും പറഞ്ഞല്ലേ അല്ലേ? സകല സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട ശക്തികളെല്ലാം കൂടെ പീഡനത്തിന് ഒരുങ്ങിപ്പുറപ്പെടുക. ഒരുപക്ഷെ പോലീസ് ഒന്നും ചെയ്യാതെ ഇരിക്കുക. കോടതിക്കും പെട്ടെന്ന് സഹായിക്കാനുള്ള അവസ്ഥയില്ലാത്തൊരവസരം വരിക. അന്നേരം പ്രതീക്ഷിച്ചോണം, ബലവാനും ബലഹീനനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പാവപ്പെട്ട ക്രിസ്ത്യാനികൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പീഡിപ്പിക്കപ്പെടുകയും കരഞ്ഞ് നിലവിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. ആസയുടെ പ്രെയർ
അതിൻ്റെ താഴെ നോക്കിയാൽ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. ദൈവം നേരിട്ടിടപെട്ട് ശത്രുക്കളെ നശിപ്പിക്കുന്ന പിന്നീട് വായിക്കുന്നത്. അതായത് ബലവാനും ബലഹീനരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ബലഹീനനെ സംരക്ഷിക്കേണ്ട ചുമതല ബലവാനുണ്ട്. കാരണം ദൈവത്തിൻ്റെ ലോകമാണ്. ഈ ലോകത്തിൽ ഇങ്ങനെ മീശയൊക്കെ പിരിച്ച് കത്തിയും കാണിച്ച് എടുക്കടാ കാശെന്ന് പറയുന്ന ഒരു വ്യവസ്ഥ ദൈവം അനുവദിക്കത്തില്ല. അപ്പോൾ അതിനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്നാ? ഈ ബലഹീനൻ തന്നെ പോയി കുഴി ചാടിയാൽ പ്രശ്നമൊന്നുമില്ല. അപ്പം ദൈവത്തിന് ഉത്തരവാദിത്വമില്ല. നീ നിൻ്റെ ഫ്രീ വില്ലാ ഉപയോഗിക്കുന്നത്. ബലമായിട്ട് പിശാച് ഇടപെട്ട്, അതും 2 ലെവലല്ലേ? പിശാച് ആത്മദേഹിയും മനുഷ്യൻ പ്രപഞ്ച ലെവലിലുമുള്ള. അപ്പം ഈ ആത്മദേഹിയായ പിശാച് നേരിട്ട് വന്ന് മനുഷ്യനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുമായിരുന്നു എന്ന് പിശാചിനറിയാം. ഇത് ലൂക്കോസ് 22:31-32 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പത്രോസിനെ പേറ്റിക്കളയുവാൻ പിശാച് അനുവാദം ചോദിച്ചു എന്നായി മലയാളത്തിൽ വന്നേക്കുന്നത്. ചില ട്രാൻസ്ലേഷനിൽ വാങ്ങിച്ചെന്ന്. അത് 2 രീതിയിലും ഇൻ്റർപ്രിറ്റ് ചെയ്യാവുന്നൊരു വാക്കാണ്. പിശാചിന് അനുവാദം കിട്ടി പത്രോസിനെ പേറ്റിക്കളയാൻ. അപ്പം ദൈവം എന്നോ ചെയ്തു? യേശുക്രിസ്തു എന്നോ ചെയ്തു? പത്രോസേ, നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കാൻ ഞാൻ നിനക്കായി അപേക്ഷിച്ചു. നീ പേറ്റിക്കോ, പക്ഷെ ഇവൻ്റെ വിശ്വാസം പോവുകയില്ലെന്ന് ഞാൻ ഉറപ്പാക്കും. ഉറപ്പാക്കിയോ? ഓ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ? പത്രോസിന് വേണ്ടി യേശുക്രിസ്തു മറ്റേ അറ്റത്ത് പിടിച്ചു. ഇനിയും നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ തന്നെ ലെഗ്യോൻ ബാധിതനെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവനെക്കുറിച്ച് അവിടെ ഒരു മനോഹരമായ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയോ? അവനെ ആർക്കും ബന്ധിച്ചുകൂടാഞ്ഞു. ആർക്കും ബന്ധിച്ചുകൂടാത്ത ഒരുത്തനുണ്ടെങ്കിൽ അവിടെ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടും. പീഡനങ്ങൾ വരുമ്പോഴും നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. അതുകൊണ്ട് പക്ഷേ നമ്മൾ ഇൻഡിഫറൻ്റ് ആയിട്ടിരിക്കണമെന്നല്ല. ആസയെ പോലെ ദൈവമേ, ബലവാനും ബലഹീനനും സകല ശക്തികളും പ്രചണ്ഡമായിട്ട് സകല സർക്കാർ മെഷീനറികൾ ഒരുമിച്ച് ചേർന്ന് ഞങ്ങളെ പീഡിപ്പിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് ഒരു സർവശക്തനുണ്ട് എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇവിടെയും ആ പാഠം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം സാത്താൻ പന്തയം പോലുള്ള ഒരു വെല്ലുവിളിയിലൂടെ ഇയ്യോബിനെ പീഡിപ്പിക്കാൻ അനുവാദം വാങ്ങിയത്. വാസ്തവത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എന്താ സംഭവിച്ചേ? സാത്താൻ ചെന്ന് ദൈവത്തെ വെല്ലുവിളിച്ചു. ഒരു പന്തയം. നമുക്ക് നോക്കാം. നീ ഇവൻ്റെ വെളിയിലുള്ള വേലി ഒന്ന് പൊളിച്ച് കളഞ്ഞു നോക്ക്. ഇവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. അതല്ലേ പിശാച് പറഞ്ഞു അല്ലേ? 1-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. പിശാച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ദൈവത്തെ വെല്ലുവിളിക്കുക. അതൊരു പന്തയമാണ്. ഇംഗ്ലീഷിലാണ് വെയ്ജർ എന്ന് പറയാം. ദൈവത്തിൻ്റെ മുന്നിൽ ഇവനൊരു വെയ്ജർ വെക്കുക. എന്താ വെയ്ജർ? ഈ പിശാചിനെ നീ അവൻ്റെ ചുറ്റുമുള്ള വേലി ഒന്ന് പൊളിച്ചു നോക്ക്. അവന് കുറച്ച് തിക്താനുഭവങ്ങൾ വരട്ടെ. അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയും. വാസ്തവത്തിൽ ഇയ്യോബ് അറിയാതെ ഒരു വെയ്ജർ, ഒരു വെല്ലുവിളി സ്വർഗത്തിൽ നടക്കുകയായിരുന്നു. അപ്പം ദൈവം ഇത് എഗ്രി ചെയ്ത് കൊടുക്കണോ? സാത്താനോടങ്ങ് പറഞ്ഞാൽ പോരെ, നീ പോടാ നിൻ്റെ പാട്ടിന്. എനിക്കറിയാം ഇയ്യോബ്, നീ എന്നൊക്കെ ചെയ്താൽ ഇയ്യോബ് എന്നെ ത്യജിച്ചു പറയില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തുകൊണ്ട് ദൈവം അങ്ങനെ പറഞ്ഞില്ല? ഈ പാവത്താനെ ഇട്ട് പന്ത് കളിക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടി തൊഴിച്ച് തകർക്കാനായിട്ട് ദൈവമേ നീ എന്തുകൊണ്ട് സമ്മതിച്ചു? യെസ്, ദൈവത്തിനറിയാം ഒരു വിക്ടറി ഉണ്ടാകും. അത് മാത്രമാണോ കാര്യം? അത് ശരിയാ, അവസാനം ഒരു വിജയം ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. പിന്നെ ദൈവം അനുവദിച്ചില്ലായിരുന്നു, എന്ത് പറ്റിയേനെ? ഫ്രീ വില്ലിനുള്ള ഒരു അവസരമാണ് തീർച്ചയായിട്ടും. ഇയ്യോബിന് തൻ്റെ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ച് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇനി ദൈവം ഈ അവസരം കൊടുത്തില്ലായിരുന്നു, എന്ത് സംഭവിച്ചേനെ? എന്ത് സംഭവിക്കാൻ? നിത്യത മുഴുവൻ ഇരുന്ന് പിശാച് പറഞ്ഞേനേയും അന്ന് ഞാൻ നിന്നെ വെല്ലുവിളിച്ചതാ. ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവായിട്ടൊരു വെല്ലുവിളിയൊക്കെ ഉണ്ടല്ലേ, അതുപോലെ ആയി തീർന്നേന്. എന്നും പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ വെല്ലുവിളിച്ചിട്ട് വന്നില്ല.
അപ്പം ദൈവത്തിന് അങ്ങ് പറഞ്ഞാൽ പോരെ, ഇല്ലല്ല എനിക്കിതിൻ്റെ റിസൾട്ട് അറിയാമെന്ന് പറഞ്ഞാൽ പോരാ. എന്താ കാരണം? ശരിയാ, ദൈവത്തിന് സർവജ്ഞാനിത്വമുണ്ട്, പിശാചിന് ഇല്ല. സർവജ്ഞാനിത്വം ഇല്ലാത്ത ഒരുത്തനോട് സർവജ്ഞാനിത്വത്തിൻ്റെ ഭാഷയിൽ ദൈവം സംസാരിക്കത്തില്ല. മനസ്സിലായി? ഒരു കോടതി ഒന്ന് സങ്കല്പിച്ച് നോക്കി. ഒരു പ്രതി, അവൻ ആകെപ്പാടെ മലയാളമേ അറിയത്തുള്ളൂ, ജഡ്ജിക്ക് ഇംഗ്ലീഷേ അറിയത്തുള്ളൂ. ജഡ്ജി ഇംഗ്ലീഷിൽ കുറേ ഡയലോഗൊക്കെ പാസ്സാക്കി, ഈ പുള്ളി മലയാളത്തിൽ എന്തൊക്കെയോ പറഞ്ഞു, അവസാനം വധശിക്ഷയ്ക്ക് വിധിച്ചു. ന്യായമാകുമോ? എന്താ കാര്യം? പ്രതിക്ക് മനസ്സിലായില്ല, ജഡ്ജിനും മനസ്സിലായില്ല. ഇവിടെ പിന്നെ ജഡ്ജിന് പ്രശ്നമൊന്നുമില്ല, ദൈവത്തിനെല്ലാം അറിയാം. അതായത് പ്രതിക്ക് മനസ്സിലാകുന്ന ഭാഷയെ വേണം ജഡ്ജ് സംസാരിക്കാൻ. അപ്പം എന്നെ ചെയ്യും? ഒരു ട്രാൻസ്ലേറ്ററെ വെക്കും. ജഡ്ജ് പറയുന്നത് ട്രാൻസ്ലേറ്റർ പരിഭാഷപ്പെടുത്തി കൊടുക്കും, പ്രതി പറയുന്നത് ട്രാൻസ്ലേറ്റർ ജഡ്ജിക്കും പരിഭാഷപ്പെടുത്തി കൊടുക്കും. എന്നാലല്ലേ ന്യായമാകത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ സർവജ്ഞാനിത്വമില്ലാത്ത പിശാചിനോട് എനിക്ക് സർവജ്ഞാനിത്വത്തിൽ അറിയാമെന്ന് പറഞ്ഞാൽ പോലും ദൈവത്തെ സംബന്ധിച്ച് അത് ന്യായമല്ല. മനുഷ്യരെ സംബന്ധിച്ച് അത് ന്യായം തന്നെയാണ്. കാരണം ദൈവം സർവജ്ഞാനിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആ ഉന്നതമായ ന്യായത്തിൻ്റെ മുന്നിൽ എനിക്കെൻ്റെ സർവജ്ഞാനിത്വത്തിൽ ഇത് അറിയാം, അതുകൊണ്ട് ഞാൻ ഇയ്യോബിനെ വിജയിയായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞാലൊന്നും ശരിയാകില്ല, അല്ലേ? അങ്ങനെ ദൈവം ചെയ്യുമായിരുന്നു വിചാരിക്കുക. മുന്നറിവ് വെച്ച് നീതി ന്യായം നടത്തുക. മുന്നറിവ് വെച്ച് ദൈവത്തിനറിയാം ഇവൻ ഗുണപ്പെടുകയില്ല, അതുകൊണ്ട് ഇവനെ നരകത്തിലിട്ടേക്കുക. എപ്പോഴാ? പാപം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിനു മുമ്പേ ദൈവത്തിനറിയത്തില്ല ഇവൻ എന്നൊക്കെ ചെയ്യുമെന്ന്. 100 വർഷം ജീവിച്ചിരുന്നാൽ ഈ 100 വർഷം കൊണ്ട് എത്ര പാപം ചെയ്യും എന്നുള്ള കണക്ക് ദൈവത്തിന് കൃത്യം അറിയത്തില്ലേ? യെസ് ഓർ നോ? അപ്പം ദൈവം എന്നോ ചെയ്യണം? ഈ പാപം ചെയ്യാൻ അവസരം കൊടുക്കാനേ നരകത്തിലേക്ക് വിടേണ്ടതല്ലേ? അതാണ് ആ തെളിയിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യം. എന്താ? ഈ ചെയ്യുന്നവന് തെളിയിച്ചു കൊടുത്താലേ മനസ്സിലാവുള്ളൂ. തെളിയിച്ചു കൊടുത്തില്ലെങ്കിൽ ഈ പാപിക്ക് മനസ്സിലാകത്തില്ല. മാത്രമല്ല, നമ്മൾ പുറമോട്ട് പോയാൽ ദൈവം സൃഷ്ടിക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ഉണ്ടോ? ദൈവം സ്വർഗത്തിൽ ഇരുന്നിങ്ങനെ നിത്യതയിൽ ചിന്തിച്ചു. ഒരു ജെയിംസ് വർഗീസിനെ സൃഷ്ടിച്ച് കളയാം. അപ്പോഴേ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് ഒരു ലിസ്റ്റ് വന്നു. ഈ ജെയിംസ് വർഗീസ് 68 വയസ്സിനുള്ളിൽ ചെയ്യാൻ പോകുന്ന, അല്ലേ എത്ര വയസ്സാണ് ജീവിക്കുന്നത്, അതുവരെ ചെയ്യാൻ പോകുന്ന പാപങ്ങൾ മുഴുവൻ തെളിഞ്ഞു വന്നു. ഏട്ടാ വീര, നീ ഇതൊക്കെയാ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നിന്നെ നരകത്തിലേക്ക് വിട്ടിരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലേ? സർവജ്ഞാനിത്വം അനുസരിച്ച് അത് കറക്റ്റാ. പക്ഷെ ദൈവം ചെയ്യത്തില്ല. ദൈവം മനുഷ്യനോട് ഇടപെടുമ്പോൾ തൻ്റെ സർവജ്ഞാനിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലേ അല്ല അവനെ ന്യായം വിധിക്കുന്നത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ്? ഞാനും മനുഷ്യനാ, നീയും മനുഷ്യനാ, നമുക്കിന്നാ വാ ചർച്ച ചെയ്യാം, ഞാൻ നിന്നെ ബോധ്യപ്പെടുത്തി തരാം. നീ ഇന്നതൊക്കെ ചെയ്തില്ലേ, നിന്നോട് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞതല്ലേ, നീ നിൻ്റെ സ്വതന്ത്ര ഇച്ഛ ഉപയോഗിച്ചല്ലേ ചെയ്തത്. 1 to 1 കൺവിൻസ് ചെയ്തേ ദൈവം അവസാനം ഒരു മനുഷ്യനെ നരകത്തിലേക്ക് ഇടുകയുള്ളൂ. അതുകൊണ്ടുള്ള ഗുണം എന്നാ? ഫിലിപ്പിയ ലേഖനം 2:10 വായിക്കാമോ? ഫിലിപ്പിയർ 2:10. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും മതി, എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങും. അതെപ്പോഴാണ് മടങ്ങുന്നേ? ഒരു എതിർവായും പറയാനില്ല. ദൈവമേ നീ ചെയ്ത തെറ്റാണ് എന്നെനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ഒരു സ്കോപ്പുമില്ലാതെ പകൽ വെളിച്ചം പോലെ ഓരോരുത്തരും ചെയ്ത കുറ്റങ്ങൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് യെസ് ഐ ഡിസേർവ് ഇറ്റ് എന്നും പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു പാടി ഈ ദൈവം നീതിമാനാണ്, ഇവൻ സ്നേഹവാനാണ്, നല്ലവനാണെന്നും പറഞ്ഞിട്ടാണ് നരകത്തിലേക്ക് പോലും പോകുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ബ്യൂട്ടി. അവിടെയാണ് അവൻ നീതിമാനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അവിടെയാണ് അവൻ സ്നേഹവാനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ തൻ്റെ സർവജ്ഞാനിത്വത്തിലുള്ള അറിവ് വെച്ച് മനുഷ്യന് പ്രതിഫലമോ ശിക്ഷയോ കൊടുക്കുന്നവനേ അല്ല ദൈവം. ദൈവത്തിൻ്റെ നീതി വെച്ച് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തില്ല. ഓക്കെ,
വഞ്ചിക്കാനായിട്ട് സാത്താൻ ഏറ്റവും പ്രായോഗികമായ ദുഷ്ടമാർഗങ്ങൾ ഉപയോഗിച്ചു. ബെസ്റ്റ് വേ. ഡയറക്റ്റ്ലി ചെയ്യുന്നുമില്ല, എന്നാൽ തൻ്റെ ഇൻഫ്ലുവൻസ് മനുഷ്യനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ മനുഷ്യൻ തൻ്റെ ഫ്രീ വില്ല് ഉപയോഗിച്ച് അത് സ്വീകരിച്ച് കുളമാക്കി. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തക്ക വിധത്തിൽ ദ മോസ്റ്റ് ബ്രില്യൻറ്റ് ഈവിളിഷ് ഡിസൈൻ. ഇവിടെയൊക്കെയാണ് നമുക്ക് ബൈബിളിനോട് ബഹുമാനം തോന്നുന്നത്. ക്യാൻ യു ഇംപ്രൂവ് അപ്പോൺ ദിസ്? ഒരു കൺസൾട്ടൻറ്റിനെ വെച്ച് ഭയങ്കര പണ്ഡിതനാ, മിടുക്കനാ, ബഹുഭാഷാ പണ്ഡിതനാ, ഈ സ്കീം ഒന്ന് ഇമ്പ്രൂവ് ചെയ്തതാടാ. വെർ ക്യാൻ യു ഇംപ്രൂവ് ഇറ്റ്? ടോട്ടലി ബാലൻസ്ഡാ. ഇതിലേതെങ്കിലും ഒരെണ്ണം അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാൽ എല്ലാം തെറ്റും. മാത്രമല്ല ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നീതി, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ സ്നേഹം, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ സർവജ്ഞാനിത്വം, സർവശക്തിത്വം, ഇതെല്ലാം സമന്വയിപ്പിച്ച് ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ ദൈവം എഴുതി തന്ന ഗ്രന്ഥമായത്. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്. ഇതിൽ ഒരു കാര്യം ചേഞ്ച് ചെയ്ത് അല്പം അങ്ങോട്ട് വ്യത്യാസപ്പെടുത്താവുന്ന, ചിന്തിക്കാൻ കഴിയാതെ വണ്ണം, ദിസ് ഈസ് ദ പെർഫെക്റ്റ് വേർഡ് ഓഫ് ഗാഡ്, പെർഫെക്റ്റ് സ്കീം ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വചനമാണ്, ദൈവത്തിൻ്റെ സമ്പൂർണ്ണ പദ്ധതിയാണ്. അപ്പോൾ ഒരു ആപ്ലിക്കേഷനിലേക്ക് പോയാലോ? വാട്ട് ഈസ് ആപ്ലിക്കേഷൻ? വചനത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധത, ആവേശം, അയ്യോ ഇത്രയൊന്നും പോരാ. ഇഫ് ഇറ്റ് ഈസ് സോ ബ്യൂട്ടിഫുൾ, സോ ബാലൻസ്ഡ്, ഗോഡ് ഗിവൺ, പെർഫെക്റ്റ്, ജീവിതം മുഴുവൻ ഇതിനു വേണ്ടി ഇത് പഠിക്കാനായിട്ടൊക്കെ മാറ്റി വയ്ക്കാമെന്നേ. കെമിസ്ട്രിയും ഫിസിക്സും ഒന്നും അല്ലെന്നേ പ്രധാനം. ഇതത്ര ബ്യൂട്ടിഫുള്ളാണ്. കൂട്ടത്തിൽ അതൊക്കെ പഠിക്കണം കേട്ടോ. അത് ദൈവത്തിൻ്റെ ഹിതം വേറെ മേഖലയിലുണ്ടെങ്കിൽ അതിലെത്തിച്ചേരണം. എന്നാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, കർത്താവേ നിന്റെ വചനം തേനിനേക്കാളും തേൻകട്ടയേക്കാളും മാധുര്യമേറിയതാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഈ വർഷം ബൈബിൾ വായിച്ച് തുടങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ, കണ്ടിന്യൂസ് റീഡിങ് ഒരു റൗണ്ട് തീർക്കാനായിട്ട് തീരുമാനിച്ചില്ലെങ്കിൽ, സ്റ്റാർട്ട് ടുഡേ. ഓരോ അധ്യായം ഇത് എക്സ്ട്രാ വായിച്ചാൽ മതി എല്ലാ ദിവസവും. ഇനിയും സമയമുണ്ട് ഡിസംബർ 31 മുമ്പേ തീർക്കാൻ. ഈ വൃദ്ധനായ ഞാൻ 2 റൗണ്ട് ഒരു വർഷം വായിച്ചു തീർക്കുന്നുണ്ട്. ടു ഓൾഡ്, ടു ടയേർഡ്. എന്നേക്കാളും ഞാനുമായിട്ട് താരതമ്യം എല്ലാം ഇവിടെ ഇരിക്കുന്ന ഒരു യുവാക്കന്മാരാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ഇറ്റ്. ഞാൻ ഇന്ന് വായിച്ചത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും. ഐ വാസ് എൻജോയിങ്. എത്രാമത്തെ തവണയാണ് സാറേ വായിക്കുന്നത്? എനിക്ക് തന്നെ എണ്ണം അറിയാൻ മേലാത്തതുകൊണ്ട് അത്ര തവണ വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം കാര്യം അങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാവരും വായിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് എംഫസൈസ് ചെയ്ത് പറയുന്നത്. ഇന്ന് വായിച്ചപ്പോഴും എനിക്ക് പുതിയ അവബോധങ്ങൾ കിട്ടുക. ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥ കുഞ്ഞുങ്ങളായിരിക്കുമ്പം കഥ പഠിപ്പിക്കാനായിട്ട് മാതാപിതാക്കൾ കുറച്ചു നേരം അടങ്ങിയിരിക്കാൻ വേണ്ടി പഠിപ്പിച്ച് തുടങ്ങിയതാണ്. യെസ്, ദിസ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്, ദിസ് ഈസ് പെർഫെക്റ്റ്. 1000 പൊൻവെള്ളി നാണ്യങ്ങളെക്കാളും വിലയേറിയതാ, അസ്ഥിമഞ്ജകളെക്കാളും രുചി നിറഞ്ഞതാ. നിന്റെ വചനത്തിൻ്റെ വികാസനം പ്രകാശപ്രദമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം തന്നെ ഇത് പഠിക്കാൻ, ഇത് ധ്യാനിക്കാൻ. ചിലപ്പം എന്നെപ്പോലെ പ്രായമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓർമ്മയിലൊന്നും നിൽക്കില്ല, എന്നാലും വായിക്കുക. ആ വായിക്കുമ്പോഴെങ്കിലും അതിൻ്റെ മധുരം അറിയാമല്ലോ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പാമ്പ് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പാക്കുവാൻ സഹായിക്കില്ലായിരുന്നു. ദൈവത്തിന് നേരത്തെ ഒരു പ്ലാനുണ്ട്. ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കും, 2 മരങ്ങൾ സൃഷ്ടിക്കും. മരങ്ങൾ വേണമായിരുന്നോ? എന്തുകൊണ്ട്? ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ് വേണമായിരുന്നു, അല്ലെങ്കിൽ ഫ്രീ വില്ലിന് അർത്ഥമില്ല. അപ്പം ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കും, അവന് ഫ്രീ വില്ല് കൊടുക്കും, അവനെ പരിശോധിക്കാൻ 2 മരങ്ങൾ സൃഷ്ടിക്കും. അപ്പം ഈ പിശാച് പാമ്പിൽ പ്രവേശിച്ച് മനുഷ്യനെ തെറ്റിക്കും. ഇതൊക്കെ ദൈവത്തിന് അറിയത്തില്ലായിരുന്നു. അപ്പം ദൈവത്തിന് അറിയാമായിരുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് ദൈവം പാമ്പിനെ ഉപയോഗിക്കുകയല്ലായിരുന്നു. പിന്നെന്തിനാ അതിനെ ശിക്ഷിക്കുന്നത്? ശരിയല്ലേ? ചെടി നടുമ്പോഴേ അറിയാം വേനൽക്കാലം വെള്ളം ഒഴിക്കുന്നു,
അങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു വളർത്തുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നു. വേണ്ടതൊക്കെ ഇങ്ങനെ ചെയ്തു പോകുന്നു. പിന്നെ ഈ ചെടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ചെടിയല്ലേ, അങ്ങനല്ലേ വരത്തുള്ളൂ. ഈ പാമ്പിനെ ദൈവത്തിൻ്റെ ഒരു ഏജൻ്റായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുമോ? ഒന്നാമതായി, ദൈവം മനുഷ്യരെ വീഴ്ത്താനായിട്ട് ആഗ്രഹിച്ചിരുന്നുമില്ല, പദ്ധതി ഇട്ടിരുന്നുമില്ല. God never wanted man to fall. അപ്പം ഇത് വലിയൊരു വിഷയമായിട്ട് നമുക്ക് തോന്നുന്നില്ല. പക്ഷേ യെസ്, ദൈവത്തിന് അറിയാമായിരുന്നു. God knew it. പക്ഷേ ദൈവം അങ്ങനെ ആഗ്രഹിച്ചിരുന്നേയില്ല, പദ്ധതി ഇട്ടിരുന്നേയില്ല. അപ്പം മുന്നറിവും ദൈവത്തിൻ്റെ ഡിസയറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് തോന്നുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അനേക നിരീശ്വരന്മാരൊക്കെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു ഇവിടെ നടപ്പിലാക്കിയേ. മനുഷ്യനെ സൃഷ്ടിക്കും, ഫ്രീ വില്ല് കൊടുക്കും, അത് പരിശോധിക്കാൻ 2 മരങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കും, എന്നിട്ട് ഈ പിശാച് ഇവനെ തെറ്റിക്കും, എന്നിട്ട് അവനെ വീണ്ടെടുക്കും. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു നാടകമായിരുന്നു. അവർ പറയുന്നത് ഇതെല്ലാം പ്രീ ഡിറ്റർമിൻഡ് ആയിരുന്നു, ദൈവം നേരത്തെ നിശ്ചയിച്ചു വെച്ചിരുന്നു. ഈവൻ നിരീശ്വരവാദം അനുസരിച്ച് എല്ലാം പ്രീ ഡിറ്റർമിൻഡാണ്. അത് മറയ്ക്കാനായിട്ടാണ് അവർ പറയുന്നത് ബൈബിളിലെ ദൈവത്തിന് എല്ലാം അറിയാമായിരുന്നത് കൊണ്ട് അങ്ങനെയല്ലേ സംഭവിക്കാൻ പറ്റൂ. ദൈവത്തിന് അറിയാമായിരുന്നു ആദാം പാപം ചെയ്യുമെന്ന്. അപ്പം ദൈവത്തിന് അങ്ങനെ അറിവുള്ളിടത്തോളം കാലം ആദാമിന് പാപം ചെയ്യാതിരിക്കാൻ കഴിയുമായിരുന്നോ? പറ്റുമോ? യെസ് ഓർ നോ? പക്ഷെ ദൈവത്തിന് അറിയത്തില്ലേ? ദൈവത്തിന് അറിയുന്ന കാര്യമല്ലേ നടക്കൂ. സജി മാത്യു സാറ് പറഞ്ഞത് ദൈവം അങ്ങനെ ആഗ്രഹിച്ചില്ല. യെസ്, ദാറ്റ് ഈസ്, അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ്. ഇത് ഫ്രീ വില്ലുള്ളിടത്ത് ദൈവത്തിൻ്റെ നോളജിന് ഒരു ഇമ്പാക്റ്റും ഇല്ല. അറിയാം, ദൈവത്തിൻ്റെ നോളജ് സമൺ ഡിസയർ അല്ല. ദൈവത്തിൻ്റെ മുന്നറിവെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയേ അല്ല. അങ്ങനെ പറ്റുമോ? ഞങ്ങളൊക്കെ ടീച്ചേഴ്സായിരുന്നു. ഇപ്പം പക്ഷെ അറിയാമല്ലോ, ദൈവത്തിനൊരു കാര്യം അറിയാമെങ്കിൽ പിന്നെ അതങ്ങനല്ലേ സംഭവിക്കൂ. അപ്പം ദൈവത്തിന് ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് വേറൊരു ഔട്ട്കം പറ്റുമായിരുന്നോ? ഇപ്പം ഞാനിന്ന് കള്ളു കുടിച്ചെന്ന് വിചാരിക്കുക, ദൈവത്തിന് നിത്യതയിലേ അറിയാം ഞാനിന്ന് കള്ളു കുടിക്കുമെന്ന്. ഇന്ന് എനിക്ക് കള്ളു കുടിക്കാതിരിക്കാൻ പറ്റുമായിരുന്നോ? അപ്പം ദൈവത്തിൻ്റെ പ്ലാനല്ലേ നടപ്പിലാക്കുന്നത്. ഇതാണ് നിരീശ്വരന്മാരൊക്കെ ചോദിക്കുന്ന ചോദ്യം. ദൈവത്തിന് അറിയാമെങ്കിൽ പിന്നെ ഇതെല്ലാവർക്കും ബാധകമല്ലേ? അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിയുന്നവരാരുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞതിൽ അതിൻ്റെ ഉത്തരവുണ്ട്. ദൈവത്തിൻ്റെ മുന്നറിവ് വെച്ച് മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും, മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ദൈവം തീരുമാനിക്കുന്നില്ല. മനുഷ്യൻ്റെ റിവാർഡ്, മനുഷ്യൻ്റെ ശിക്ഷ, മനുഷ്യൻ്റെ പ്രവൃത്തി. അതിനൊരു നല്ല ഉദാഹരണം, ഞാൻ ഒരു ടീച്ചറായിരുന്നു. ഗ്യാബി ഇപ്പോൾ ഒരു ടീച്ചറാണ്. ഒരു വർഷം ഒരു 2 മാസമൊക്കെ ക്ലാസ് കഴിയുമ്പോഴത്തേ ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ വന്നിരുന്നു പറയും, ഇന്ന് പാർട്ടി ജയിക്കാൻ പോകുന്നില്ല. പേരൊക്കെ പറഞ്ഞായിരിക്കും പറയുന്നു. വേറൊരുത്തനെ കുറിച്ച് അല്ലെങ്കിൽ ഒരുത്തനെക്കുറിച്ച് പറയും, അത് ഫസ്റ്റ് റാങ്ക് സ്റ്റഫാണ് അല്ലേ, A++ എല്ലാത്തിനും മേടിക്കും. ടീച്ചേഴ്സ് വന്ന് ക്ലാസ് റൂമിൽ ഇരുന്ന് കൃത്യമായിട്ട് പറയും. പക്ഷേ വർഷം മുഴുവൻ ഈ തോറ്റ് തൊപ്പിയിടാൻ പോകുന്നവനെയും ഫസ്റ്റ് റാങ്ക് മേടിക്കാൻ പോകുന്നവനെയും അല്ലെ പോകുന്നവളെയും ഒരുപോലെ ട്രീറ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. ടീച്ചറിൻ്റെ പ്രൊഫഷണൽ നോളജിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് ഒരു കാര്യവും സംഭവിക്കുന്നില്ല. കിട്ടിയോ? സത്യരാജ് സാർ ഒരുപാട് കാലം പഠിപ്പിച്ചിരുന്നു. വർഷത്തിൻ്റെ ആദ്യ സമയത്തെ നമുക്കറിയാം ഈ ഓരോ കുട്ടികളുടെയും സ്കോറിങ് ഏകദേശം എങ്ങനെയാണെന്ന്. നമ്മുടെ പെർഫെക്റ്റ് അല്ല, നമ്മൾ ടീച്ചേഴ്സ് മനുഷ്യരായതുകൊണ്ട്
100% ഒന്നും പെർഫെക്റ്റ് അല്ല, എന്നാലും ആകെപ്പാടെ അറിയാം. അതിന് പ്രൊഫഷണൽ ഫോർനോളജ് എന്ന് വിളിക്കാം. നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലും എത്ര കണ്ടതാ, ഇവൻ രക്ഷപ്പെടുകയെന്ന് വിചാരിച്ചാൽ മിക്കവാറും ഒക്കെ അങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ചില വിദ്വാന്മാർ പരീക്ഷയുടെ തലേദിവസമൊക്കെ ആകുമ്പം പിന്നെ കുറേ കിടന്ന് പഠിച്ച് പിന്നെ കുറേ തുണ്ടുമൊക്കെ വെച്ച് ചില വിദ്വാന്മാരൊക്കെ ഇടയ്ക്കൊക്കെ ജയിച്ചെന്ന് വരും, അപൂർവമാണ്. എന്നാലും പ്രൊഫഷണൽ ഫോർനോളജി വളരെ ശരിയാണ്, മിക്കവാറും ഒക്കെ ശരിയായിട്ട് വരും. പക്ഷെ ഈ പ്രൊഫഷണൽ ഫോർനോളജി ഉണ്ടെങ്കിലും ഈ ഫോർനോളജി കൊണ്ടല്ല കുട്ടി തോക്കുന്നത്. കുട്ടി തോക്കുന്നത് എന്തുകൊണ്ടാണ്? ഉഴപ്പനായതുകൊണ്ടാണ്, മടിയനായതുകൊണ്ടാണ്, പഠിക്കാൻ ഇഷ്ടമില്ലാഞ്ഞുകൊണ്ടാണ്. എക്സാക്ട്ലി ദിസ് ഈസ് എ സിറ്റുവേഷൻ. ഇതാണ് മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിലെ ദൈവത്തിൻ്റെ ഡീലിങ്സ്. നമുക്ക് ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. ദൈവത്തിന് മുന്നമേ എല്ലാം അറിയാമെങ്കിലും ആ അറിവിൻ്റെ വെളിച്ചത്തിൽ ദൈവം ഒരു വിധത്തിലും മനുഷ്യൻ്റെ പ്രവൃത്തിയെ സ്വാധീനിക്കാനായിട്ടോ അങ്ങനെ വരുത്തി തീർക്കാനായിട്ടോ അങ്ങനെ വരരുതെന്നുള്ള നിശ്ചയത്തോടോ പ്രവർത്തിക്കുന്നേയില്ല. അതുകൊണ്ടാണ് മനുഷ്യനെ ശിക്ഷിക്കാൻ ദൈവത്തിന് പറ്റുന്നത്. അല്ലേ ദൈവം നീതിമാനല്ലായിരുന്നേനെ? പ്രീഡിറ്റർമിൻഡായിട്ട് എല്ലാവരും എല്ലാ കൊള്ളരുതാഴുകയും ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഫോർനോളജ് അനുസരിച്ച് അല്ലെങ്കിൽ മുന്നറിവ് അനുസരിച്ച് എല്ലാവരെ കൊണ്ടും തെറ്റ് ചെയ്യിപ്പിച്ചിരുന്നുവെങ്കിൽ ദൈവം നീതിയുള്ളവനാകത്തില്ലായിരുന്നു. ദൈവത്തിന് ആരെയും ശിക്ഷിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെയുള്ള ദൈവിക സങ്കല്പങ്ങളും എല്ലാം ഉണ്ടോ ലോകത്ത്? ദൈവം എല്ലാം പ്രീഡിറ്റർമിൻഡ് ആണെന്ന് പറയുന്ന ഏതെങ്കിലും സങ്കല്പങ്ങളുണ്ടോ? ഉണ്ടോ? ഏതാ? ഹിന്ദുയിസത്തിൽ അത്രയില്ല, കർമ്മമാണ്. ഇസ്ലാം, പിന്നെ കാൽവിനിസം, നല്ല ഭക്തന്മാരായ അനേകർ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ലോകവീക്ഷണമാണ് കാൽവിനിസം. അതിലും ഇത് തന്നെയാണ്, പ്രീഡിറ്റർമിൻഡാ. ഒന്ന്. രണ്ടാമത്തേത്, ഹീസ് ഇപ്പം മറ്റേ ആ ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ഹീ സ്റ്റിൽ ലവ്സ്. ആ ലവിങ് ഗോഡ് ഒരിക്കലും കൈവിടുന്നില്ലല്ലോ. ദാറ്റ് ഈസ് ട്രൂ. അപ്പം ദൈവം എന്തുകൊണ്ടാണ് എന്നിട്ടും സൃഷ്ടിച്ചെന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തിനൊരു മുന്നറിവ് ഉള്ളത് കൊണ്ട്, ഒരു ഫോർനോളജ് ഉള്ളത് കൊണ്ട്, ക്യാൻ എനിബഡി എസ്കേപ്പ് ഇറ്റ്? നോ, അങ്ങനെയല്ലേ ഭവിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് പ്രീഡിറ്റർമിനേഷൻ അല്ലേ? ദൈവം തലയെ വരയ്ക്കുന്നത് പോലെ ഇവൻ പാപിയാകണം, ഇവൻ ഇന്ന ദിവസം കള്ളു കുടിക്കണം, ഇന്ന ദിവസം ഇന്നത് ചെയ്യണം, ഇന്ന ദിവസം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ എല്ലാം ദൈവം നിശ്ചയിച്ചു വെച്ചേക്കല്ലേ? അതാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദൈവത്തിന് ഫോർനോളജ് ഉള്ളത് പിന്നീട് നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള അറിവാണ്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചുള്ള അറിവാണ്. ഇല്ല, ദൈവത്തിന്റെ ഒരു പ്ലാൻ ബി എന്ന് വിളിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ഒറിജിനൽ പ്ലാൻ തന്നെ ഇതാ, ഫുൾ സർവജ്ഞാനിത്വത്തെ ചോദ്യം ചെയ്യും. ഫുൾ നോളജ് വെച്ച് ദൈവത്തിന് തന്നെ അറിയാം ഇവൻ പാപം ചെയ്യും, ഞാൻ ഇവനെ വീണ്ടെടുക്കും, അങ്ങനെ ഇവൻ സ്വർഗത്തിലെത്തുമെന്നൊക്കെ അറിയാം. ദാറ്റ് ഈസ് ട്രൂ. നമുക്ക് അതിനെ ഒരു പ്ലാൻ. പക്ഷേ ദൈവത്തിന് ആദ്യം മനുഷ്യൻ നശിക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഡിസയർ മനുഷ്യൻ നശിക്കരുതെന്നായിരുന്നു. പക്ഷേ സൃഷ്ടിച്ചപ്പോഴേ ദൈവത്തിന് അറിയാം ഇവൻ നശിക്കും, അത് കഴിഞ്ഞ് ഞാൻ ഇവനെ രക്ഷിക്കുമെന്ന് ദൈവത്തിന് തീർച്ചയായിട്ടും അറിയാമായിരുന്നു. അതെ അതെ. അതായത് യൂദയെ എന്തുകൊണ്ട് ശിഷ്യനായിട്ട് വിളിച്ചു? യേശുക്രിസ്തുവിന് അറിയത്തില്ലായിരുന്നോ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് ആ പിശാച് എന്ന് യൂദയെക്കുറിച്ച്. അതിന് പറ്റിയ ഒരുത്തൻ ശിഷ്യനാകാൻ വന്നു, അവനെ റിക്രൂട്ട് ചെയ്തു. അപ്പോഴേ കർത്താവിനറിയാം. പക്ഷേ ശിഷ്യനാകാൻ വില്ലിങ്ങായിട്ട് വന്ന ഒരുത്തനെ തള്ളിക്കളയാനായിട്ട് കർത്താവ് മെനക്കെടത്തില്ല. അവൻ്റെ ഭാവി പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ ഒഴിവാക്കാനായിട്ട് ദൈവം ശ്രമിക്കുന്നില്ല. ശരിയാ. അപ്പം നമ്മൾ ഈ കാര്യം ഓർത്താൽ മതി. ദൈവത്തിനൊരു മുന്നറിയിപ്പ് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ അതുപോലെ പ്രവർത്തിച്ചു കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇറ്റ് ഈസ് നോട്ട് എ കമ്പൽഷൻ. ബട്ട് ഇൻ എഫക്റ്റ് അങ്ങനെ വരത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ ഡിസയറോ ദൈവത്തിൻ്റെ പ്ലാനോ ദൈവത്തിൻ്റെ കൽപ്പനയോ അല്ല നീ വഴിതെറ്റിപ്പോണോ എന്നുള്ളത്. ഇഷ്ടവുമല്ല. ദൈവത്തിന് അറിയാം, അത്രയേ ഉള്ളൂ.
അതെ. പക്ഷേ യൂദയെ തെരഞ്ഞെടുത്തത് യൂദ പന്നനായതുകൊണ്ടാണ്. ഞാൻ സാറിന് ഏതോ SLC ക്യാമ്പിന് എനിക്കറിയത്തില്ല, അബിഗേലിൻ്റെ SLC ക്യാമ്പിനാണോ എന്ന് എനിക്കറിയത്തില്ല. ആരോ ചോദിച്ചു, ദൈവം യൂദയെ ഉപയോഗിക്കുകയല്ലായിരുന്നോ, യൂദയെ പിന്നെ എന്തിനാ ശിക്ഷിക്കുന്നത്? അപ്പം ജോൺ കുര്യനുണ്ട്. അപ്പം ഞാൻ അവരൊരു റിലസേഷൻ പറഞ്ഞ ഇതാ, ഒരു ആരാചാര്യ വേണം, എക്സിക്യൂഷണർ ജയിലിൽ, ഒരു എക്സിക്യൂഷണറെ വേണം. ഈ വധശിക്ഷയ്ക്ക് വിധിച്ചവരെ കുരുക്കിട്ട് കൊല്ലാൻ ഒരാളെ വേണം. പലരും അപ്ലൈ ചെയ്ത കൂട്ടത്തിൽ ജോൺ കുര്യനും അപ്ലൈ ചെയ്തെന്ന് വിചാരിക്കുക. എടുക്കുമോ? കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവും, ഇൻ്റർവ്യൂവിൻ്റെ സമയത്തെ മനസ്സിലായി ഈ പുള്ളിയെ കൊണ്ട് തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല. അപ്പം തൂക്കിക്കൊല്ലാൻ പറ്റിയ ഒരാൾ ആപ്ലിക്കേഷനുമായിട്ട് വന്നു, കർത്താവ് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് 100% യൂദയുടെ കുഴപ്പം കൊണ്ടാണ് യൂദയെ പണി ഏൽപ്പിച്ചത്, നന്മ കൊണ്ടല്ല. അത് നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. അവൻ ദിവ്യാഗ്രഹിയായിരുന്നു, അതിന് പറ്റിയ ആളായിരുന്നു. പിശാച് പാമ്പിനെ തെരഞ്ഞെടുത്തതുപോലെ ആപ്ലിക്കേഷനുമായിട്ട് വന്ന യൂദയെ കർത്താവ് തെരഞ്ഞെടുത്തു, നോയിങ് ഫുള്ളി. പക്ഷേ കർത്താവിൻ്റെ മുന്നറിവ് വെച്ച് അത് തടയാനായിട്ട് കർത്താവ് ശ്രമിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഈ മുന്നറിവിനെ കുറിച്ച് ഇത്രയും ഓർത്തിരുന്നാൽ മതി. നിരീശ്വരന്മാരൊക്കെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ദൈവത്തിന് മുന്നറിവുണ്ടെങ്കിൽ അങ്ങനല്ലേ സംഭവിക്കൂ? അപ്പം ഈ ലോകത്തിലെ സകല പാപങ്ങളും സകല തിന്മകളും ദൈവം പ്രീഡിറ്റർമിൻ ചെയ്തതല്ലേ? ആ ടീച്ചറിൻ്റെ ഉദാഹരണം ഓർത്തിരുന്നാൽ മാത്രം മതി. കുട്ടി തോക്കണമെന്നല്ല ടീച്ചറിൻ്റെ ഇഷ്ടം. മാത്രമല്ല ആ കുട്ടിക്ക് പിന്നെയും പിന്നെയും അവസരങ്ങൾ കൊടുത്തുകൊണ്ടുമിരിക്കും. എങ്ങനെങ്കിലും ജയിച്ചു പോന്നേ പോട്ടെ. ഞാനൊരു സോളജി അധ്യാപകനായിരുന്നു. അപ്പം ഈ പ്രാക്ടിക്കലിന് എങ്ങനെയും ഇവന്മാരെ എങ്ങനെയും സഹായിച്ച് എങ്ങനെയും ജയിപ്പിക്കാമെന്ന് നോക്കും. അപ്പം ഈ തവളയൊക്കെ മുറിക്കുമ്പോൾ ഞങ്ങൾ പോയി കൂടിരിക്കും സൈഡിലിരുന്നിട്ട്, അവൻ ചെയ്തതിൻ്റെ ബാക്കി അല്പം ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഇന്നത് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. അത് ഈ തോക്കുമെന്ന് ഷുവറായിട്ടുള്ളവരുടെ അടുത്ത് ഇച്ചിരി കൂടുതലിരുന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെങ്കിലും ഈ പാവത്താൻ ജയിച്ചു പോന്നേ പോട്ടെ. ദൈവവും ഇത് തന്നെയാ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ മുന്നറിവ് വെച്ച് ഒരു കാര്യത്തിലും ദൈവം അവസരങ്ങൾ നിഷേധിക്കുന്നില്ല. അതെ, യൂദയുടെ കാര്യം അത് തന്നെയാ. 3.5 വർഷം കൂടെ നടന്നു. അതാ സാറ് പറഞ്ഞു, 3.5 വർഷം അവസരങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ആ 3.5 വർഷത്തിൽ ഒരു പ്രാവശ്യം പോലും യേശുക്രിസ്തുവിനെ അവൻ കർത്താവേ എന്ന് വിളിച്ചിട്ടില്ല. നോട്ട് എ സിംഗിൾ ടൈം. അല്ല, അത് കഴിഞ്ഞിട്ടും ഇപ്പം ഒറ്റിക്കൊടുത്ത് കഴിഞ്ഞിട്ടും he comes back with a remorse, not with the repentance. He comes with അതാണ് അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. അവസരം ഉണ്ടായിരുന്നു. സോ എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന ആ സമയത്തും had he gone back, ഒരു 3 ദിവസം ജീവിച്ചിരുന്നിട്ട് കർത്താവിടെ അടുത്ത് പോയതായിരുന്നു, കർത്താവ് എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ തിങ്ക് he had an opportunity. തീർച്ചയായിട്ടും. ആദാമിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നോ? എങ്ങനെ? ആദാമിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നോ? ആദാമിനും ഉണ്ടായിരുന്നു. Did Adam have an opportunity to repent and escape punishment? Not in that terms where he's been kicked out from the Garden of Eden. ബ്ലെയിം ഗെയിമിന് പോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈവൻ ഇഫ് ആഡം he couldn't escape punishment without Jesus Christ's sacrifice, can he? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ആഡം ഓൾസോ ഹാഡ് ആൻ ഓപ്ഷൻ. Could he have had that option? നമുക്ക് ഇത് വായിക്കാം. ജോബ് 31:33, യോബ് 31:33. ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാറിടത്ത് മറച്ചു വെച്ചെങ്കിൽ. ഓക്കെ, ഇപ്പൊ യോബ് പറയുന്ന ആദാം ഒരു മണ്ടത്തരം കാണിച്ചെന്തുവാ? ലംഘനം മൂടി. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്നെ ശിക്ഷിക്കാൻ പാടില്ല. അപ്പം ഇതൊരു ഇൻഡയറക്റ്റ് സൂചനയാണ്. ഈവൻ നമുക്കറിയത്തില്ല എന്തായിരുന്നു പരിഹാരമാർഗം. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം തന്നെ ആയിരിക്കാം, നമുക്കറിയത്തില്ല. ബട്ട് ആദാമിനോട് കർത്താവ് വന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ മുന്നിൽ ചെന്ന് കർത്താവെ പെട്ടുപോയി, ക്ഷമിക്കണമേ, ബ്ലെയിം ഗെയിമിന് പോകാതെ ചെയ്തിരുന്നെങ്കിൽ വി ഡു നോട്ട് നോ വാട്ട് ദ കോഴ്സ് വുഡ് ഹാവ് ബീൻ. ബട്ട് ആഡം ഹാഡ് ദാറ്റ് ഓപ്ഷൻ. ഇല്ലെങ്കിൽ യോബിന് ഇത് പറയാൻ സാധിക്കത്തില്ല. ഓക്കെ,
അതല്ലല്ലോ വിഷയം. അത് അന്നേരം പറയാവുന്നൊരു പോയിൻ്റായിരുന്നു, അന്നേരം ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പം ദൈവത്തിൻ്റെ മുന്നറിവ് ഒരു വിധത്തിലും എന്നെ പാപം ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല. ദൈവത്തിൻ്റെ മുന്നറിവ് ദൈവത്തിൻ്റെ ഇച്ഛയല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ പദ്ധതിയല്ല. ഒന്നാമതായി, ദൈവം മനുഷ്യരെ വീഴ്ത്താനായി ആഗ്രഹിച്ചിരുന്നുമില്ല, പദ്ധതിയിട്ടിരുന്നുമില്ല. മനുഷ്യൻ വീഴുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതാണ് ദൈവത്തിൻ്റെ മുന്നറിവ്. ദൈവത്തിൻ്റെ മുന്നറിവ് ഇച്ഛയും വ്യത്യസ്തമാണ്, ടോട്ടലി ഡിഫറെൻ്റാണ്. ലോകത്താരും വീഴണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹി ഡസൻ ഡിസയർ ഈവിൾ. ഏതായാലും ദൈവം മുന്നറിയുന്നവനുമാ, അതേസമയത്ത് നന്മ മാത്രം ആഗ്രഹിക്കുന്നവനുമാണ്. മനുഷ്യൻ്റെ പ്രതിഫലത്തിലോ ശിക്ഷയിലോ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ദൈവം തൻ്റെ മുന്നറിവോ ഇച്ഛയോ മനുഷ്യനിൽ പ്രയോഗിക്കുന്നില്ല. നിർബന്ധിതമായിട്ട് എൻ്റെ ഇഷ്ടമിതാ, അതുകൊണ്ട് പാപം ചെയ്യാൻ പോകുന്നവൻ്റെ കൈക്ക് പിടിച്ച് നന്മ ചെയ്യിപ്പിക്കുന്ന പരിപാടിയില്ല. പണ്ട് ഞങ്ങളൊക്കെ നിലത്തെഴുത്ത് പഠിച്ചവരാണ്. അപ്പോൾ ആശാൻ ഇങ്ങനെ പിടിച്ച് എഴുതിക്കുമായിരുന്നു, മണലില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഈ ടെക്നോളജി ഒന്നും അറിയത്തേ ഇല്ലല്ലേ. നിലത്തെഴുത്തെന്നായിരുന്നു പറയുന്നത് തന്നെ. എന്ന് പറഞ്ഞതുപോലെ നീ ഇങ്ങനെ ചെയ്യുക, നന്മയായാലും തിന്മയായാലും പ്രതിഫലം കിട്ടത്തക്ക വിധത്തിൽ അല്ലെങ്കിൽ ശിക്ഷ കിട്ടത്തക്ക വിധത്തിൽ ഒരു കാര്യവും ദൈവം നിർബന്ധിതമായി മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അതെൻ്റെ മുന്നറിവോ ഇച്ഛയോ അടിസ്ഥാനമായി ദൈവം തൻ്റെ ഓപ്ഷൻ നമുക്ക് തരും. ഫ്രീ വിൽ ഉപയോഗിച്ച് നമ്മൾ തീരുമാനിക്കണം. അയ്യോ, ഇത്ര ബലഹീനായ മനുഷ്യനെ ഇങ്ങനെ വിട്ടത് വലിയ കഷ്ടമായി ആണോ? ദൈവം അങ്ങ് നിശ്ചയിച്ചാൽ പോരായിരുന്നോ? നിലത്തെഴുത്താശാൻ എഴുതിക്കുന്നത് പോലെ എഴുതേണ്ടപ്പോൾ എഴുതിക്കുക, എഴുതേണ്ടപ്പോൾ എഴുതിക്കുക, അങ്ങനെ ചെയ്താൽ പോരായിരുന്നു? അതല്ലായിരുന്നോ നല്ലേ? ആദാമിന്റെ കൂടെ അഡ്വൈസ് കൊടുക്കുന്നു, പക്ഷെ നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല. അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. സെയിം തിങ് വെൻ വി സീ ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ് ഹി ഈസ് ഗിവൻ the Holy Spirit sits inside. Yes. പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞാൽ ചെയ്യാൻ തുടങ്ങിയാൽ നിർബന്ധിതമായിട്ട് തടയുന്നുമില്ല. അതെന്നാ തടയാത്ത? തടഞ്ഞാൽ ഫ്രീ വില്ലിന് അർത്ഥമില്ല. നമ്മളൊരു യന്ത്ര മനുഷ്യനെ പോലെ, സോഫിയെ പോലെ, അല്ലെ ഒരു എരുമയെ പോലെ, ഒരു പശുവിനെ പോലെ ആയി തീരുമാനം. മനുഷ്യൻ്റെ ഉദാത്തത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവൻ്റെ ഉന്നതി എന്ന് പറയുന്നത് അവൻ്റെ ഫ്രീ വില്ല. പാമ്പ് ദൈവത്തിൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ സഹായിക്കായിരുന്നില്ലേ? മനുഷ്യന് സ്വതന്ത്ര ഇച്ഛ ശക്തി നൽകിയിട്ടുള്ളതിനാൽ ദൈവം തൻ്റെ മുന്നറിവ് ഇച്ഛയും മനുഷ്യൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നില്ല. ബലമായിട്ട് എൻ്റെ മുന്നറിവ് അനുസരിച്ച് ഇച്ഛ അനുസരിച്ച് നീ പ്രവർത്തിച്ചാൽ മതി എന്ന് വാശി പിടിച്ച് ബലമായിട്ട് മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കുന്നില്ല. സാത്താന് സർപ്പത്തെ ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെ പ്രലോഭിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. തീരുമാനം ആത്യന്തികമായിട്ട് മനുഷ്യനെ കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ദൈവം സഹായിച്ചതല്ല. ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു മനുഷ്യനെ തെറ്റിക്കണമെന്ന്. അതെങ്ങനെയും ശരിയാക്കിയെടുക്കാൻ പിശാചിനെ ഉപയോഗിച്ചാൽ, നമ്മുടെ കൊട്ടേഷൻ എന്നൊക്കെ പറയുന്നല്ലോ അല്ലേ, ഒരു കൊട്ടേഷൻ നടപ്പിലാക്കണമെങ്കിൽ ഒരു കൊള്ളരുതാത്തവന് കുറേ കാശ് കൊടുത്ത് ഇന്നവനെ പോയി അടിയിടാന്ന് പറയണം അല്ലേ. അങ്ങനെ ഒരു കൊട്ടേഷൻ നടത്തുന്ന ആളല്ല ദൈവം. ദൈവത്തിന് മനുഷ്യനെ തെറ്റിക്കാൻ പദ്ധതി ഇല്ലായിരുന്നോ? അങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് ദൈവം ശ്രമിച്ചതല്ല. ഓർത്തോണം, കാൽവിനിസ്റ്റുകൾ പോലും പറയുന്ന ഇതാണ്, ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം പ്രീഡിറ്റർമിൻ ചെയ്ത് വെച്ചേക്കുക. ദൈവം നിശ്ചയിക്കാത്ത ഒരു കാര്യവും ഈ ലോകത്തിൽ നടക്കുന്നില്ല. അവർ ചിന്തിക്കുന്ന അങ്ങനെ പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം കൂടുമെന്നാണ്. പക്ഷേ ഫ്രീ വില്ലുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. ആ ഫ്രീ വില്ലുള്ള മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ മഹത്വവും ദൈവത്തിന് തന്നെയാണ്. അതായത് ഇപ്പോൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ അല്ലെ ഒരു മന്ത്രിയോ തൻ്റെ അധികാരത്തിൽ കുറച്ച് താഴെയുള്ളവരോട് ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറയുന്ന ആളിൻ്റെ മഹത്വത്തിൻ്റെ ലക്ഷണമാണ്. ഫ്രീ വില്ല് മനുഷ്യന് കൊടുത്തു എന്നുള്ളത് ദൈവത്തിൻ്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. ഭയങ്കര വിശാല ഹൃദയമുള്ളവനാണ്. തെറ്റാൻ സാധ്യതയുള്ള മനുഷ്യനെ കൊണ്ട് പോലും ശരി ചെയ്യിക്കാനായിട്ട് അവസരങ്ങൾ കൊടുത്ത് അതിൽ അനേകർ വിജയിക്കുന്നുണ്ടല്ലേ. ദൈവത്തിൻ്റെ പദ്ധതി പരാജയമൊന്നുമല്ല. ദൈവത്തിൻ്റെ അപ്പം ഫ്രീ വില്ല് കൊടുത്തിട്ട് മനുഷ്യന് തീരുമാനമെടുക്കാനുള്ള ഫ്രീഡം കൊടുത്തിട്ട് മനുഷ്യനെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെ ഗ്ലോറിയാവും.
ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുക. അല്ലാതെ പ്രീ ഡിറ്റർമിൻഡായിട്ട് യന്ത്രമനുഷ്യനെ പോലെ മനുഷ്യനെ ആക്കി വെച്ചിട്ട് മനുഷ്യൻ ഓരോന്നും ദൈവം നേരത്തെ നിശ്ചയിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം കുറയ്ക്കുക വാസ്തവത്തിൽ. അപ്പം നമ്മൾ പറയുന്നത് ഫ്രീ വില്ലുള്ള ഉന്നതമായിട്ടുള്ള ഒരു സൃഷ്ടി മനുഷ്യനില്ലെന്നാണ്. നമുക്കിതിലൂടെ പെട്ടെന്ന് അങ്ങ് തീർച്ചയായിട്ടും അടുത്ത ആഴ്ച വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കാം. സർപ്പത്തിനുള്ള 2 കാരണങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടാറുണ്ട് മനുഷ്യർ പലരും. എന്തിനാ ഈ സർപ്പത്തെ ശിക്ഷിച്ച്? പാവം. ഒന്ന്, സർപ്പത്തിന് ഫ്രീ വില്ലില്ല, ഉണ്ടോ? 2, പുള്ളിയെ പറ്റിച്ചതാ, അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ സർപ്പത്തെ ശിക്ഷിക്കേണ്ട കാര്യമുണ്ടോ? സർപ്പത്തെ ശിക്ഷിച്ചോ ദൈവം? 3:15 അല്ലേ? നീ സകല ജീവികളിലും ശപിക്കപ്പെട്ടിരിക്കും, നീ ഉരസുകൊണ്ട് ഗമിക്കും, പൊടി തിന്നും, പിന്നെ സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും, ഇതൊക്കെ പറയുന്നുണ്ട് അല്ലേ? സ്വതന്ത്ര ഇച്ഛാശക്തിയുള്ള ഇല്ലാത്ത മൃഗമാണ് പാമ്പ്. അതിനാൽ അത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വമില്ല. ഉണ്ടോ? നമ്മളൊരു ഈ കമ്പ്യൂട്ടർ തുറക്കുമ്പോൾ ഇതെന്നെ 4 ചീത്ത വിളിക്കാമെന്ന് വെച്ചോ, എനിക്ക് ഈ കമ്പ്യൂട്ടറിനെ വല്ലതും പറയാൻ പറ്റുമോ? ഞാൻ തന്നെയായിരിക്കും അത് പ്രോഗ്രാം ചെയ്ത് വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ ആരോ ഉണ്ടാക്കി വെച്ചു, ചെയ്ത ആളിനാണ് ഉത്തരവാദിത്വം. അതെ, ഒറിജിനൽ കോസ്. അപ്പം നമുക്ക് ഒരിക്കലും ഒരു ഫ്രീ വിൽ ഇല്ലാത്ത ജീവി ചെയ്ത കാര്യത്തെ തെറ്റെന്നും ശരിയെന്നും വിളിക്കാൻ പറ്റുകയില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് പശു അഴിഞ്ഞു പോയി, ഗേറ്റ് വഴി വെളിയിൽ പോയി, അത് അടുത്ത വീട്ടിലെ മത്തായി ചേട്ടൻ്റെ കപ്പ കയറി തിന്നു. നമ്മൾ സാധാരണ ചെയ്യുന്നതന്നെ പശുവിന് 2 പൊട്ടി പങ്ക് കൊടുക്കും. അതിൻ്റെ അർത്ഥം ആ പശുവിൻ്റെ ബോധം പോലും നമുക്കില്ലെന്നാ. അതിനെ ശരിക്ക് കെട്ടിയിടാൻ നമ്മളെ അടിക്കേണ്ടത്, ശരിയല്ലേ? ഫ്രീ വിൽ ഇല്ലാത്ത ഒരു ജീവിക്ക് അത് ചെയ്യുന്ന ഒരു കാര്യത്തിനും ഉത്തരവാദിത്വമില്ല. അപ്പം പാമ്പിനെ ശിക്ഷിച്ചത് ശരിയാണോ തെറ്റാണോ? യെസ് ഓർ നോ പറ. ദൈവമായോണ്ട് എങ്ങനെ നോ പറയും? ഈ ക്രിയേഷൻ ദൈവത്തിൻ്റെ ഇറ്റ് ബിലോങ് ടു ഗോഡ്. അന്നേരം ദൈവം ഈ ഒരു ക്രിയേഷന് ബുദ്ധി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് അലൗഡ്. ആ ബുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധിയല്ല, അല്ല, ഞാൻ ക്രിയേറ്റീവ് ഇന്റലിജൻസ് അല്ല, പ്രോഗ്രാംഡ് ഇന്റലിജൻസ്, ഇൻസ്റ്റിങ്ക്ച്വൽ. ഞാൻ മീൻ ചെയ്തത് what was I going to say? ഈ ആ ഒരു ടൈമിൽ പാപം വന്ന കാണത്താൽ അതിൻ്റെ കൺസിക്വൻസസ് ആയിട്ട് അതിനെ ഇത് കൊടുക്കുന്നത്. അല്ല, അതിനെ ശപിക്കുന്നത് എന്താണ്? അതിനൊന്നും അറിയത്തില്ല, 8 പൊട്ടും അറിയത്തില്ല. വെറും ഒരു പാമ്പ്. അതിന് ഫ്രീ വില്ലില്ല, ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ഇല്ല, സൃഷ്ടിപരമായ ജ്ഞാനമില്ല. എന്നെ പറ്റിച്ചെന്നും പറയുന്നുണ്ട്. അത് ശരിയുമാ. യെസ്, ഓക്കെ. സാത്താൻ അതിനെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു, അതിനാൽ സാത്താൻ മാത്രമാണ് ഉത്തരവാദി. ഈ 2 കാരണങ്ങളാണ് ഈ പാമ്പിനെ ഡിഫെൻഡ് ചെയ്യുന്നവർ. ഈവൻ യൂതയെ ഡിഫെൻഡ് ചെയ്യുന്നവരുണ്ട്, പിന്നെ പാമ്പിനെ ഡിഫെൻഡ് ചെയ്യുന്നവരില്ലാതിരിക്കും. ഇതൊക്കെ നിരീശ്വരന്മാർ ചോദിക്കുന്ന ആ പാമ്പിനെ ദൈവം എന്തിനാ ശിക്ഷിച്ചേ? 2 കാര്യങ്ങൾ. ഒന്ന്, പാമ്പിന് ഫ്രീ വില്ലില്ല, സ്വതന്ത്ര ഇച്ഛയില്ല, അതുകൊണ്ട് അതിനെ ശിക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. 2, സാത്താൻ അതിനെ ദുരുപയോഗം ചെയ്യുക, അതിനെ ശിക്ഷിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് അതിനെ ശിക്ഷിക്കുന്നത് ദൈവം ചെയ്ത അന്യായമാണ്. ദൈവം ചെയ്ത അന്യായമാണെന്ന് പറയാനൊരു വലിയ വ്യഗ്രത മനുഷ്യനുണ്ട്. ഉത്തരം നിങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, കൊണ്ടുവരുന്ന, പക്ഷെ അതിന് ഈ പാമ്പിനെ ശിക്ഷിച്ചിട്ട് എന്നാ കാര്യം? പിശാചിനെ ശിക്ഷിച്ചാൽ പോരെ. ഓക്കെ, അത് താഴെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഉത്തരവെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സർപ്പത്തിനുള്ള ശിക്ഷകൾ 4 തരമാണ്. അത് നിലത്തഴഞ്ഞു നടക്കും, പൊടി തിന്നും, സ്ത്രീയുടെ സന്തതിയും അവയുടെ സന്തതിയും തമ്മിൽ ശത്രുതയുണ്ടാകും, സ്ത്രീയുടെ സന്തതി അതിൻ്റെ തല തകർക്കും. ഈ 4 കാര്യങ്ങൾ പിശാചിന് സർപ്പത്തോട് ദൈവം പറയുന്നുണ്ട്. ദൈവത്തിന് തുടക്കത്തിൽ തന്നെ സർപ്പങ്ങളെ, ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷനാണ്, ദൈവത്തിന് തുടക്കത്തിൽ തന്നെ സർപ്പങ്ങളെ ഇഴയുന്നവയായി സൃഷ്ടിക്കാമായിരുന്നു. അതുകൊണ്ട് അവയുടെ രീതി മാറ്റുന്നത് ചോദ്യം ചെയ്യാവുന്നതല്ല. സർവശക്തനെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത്? ആദ്യമേ ഇങ്ങനെ സൃഷ്ടിച്ചുകൂടായിരുന്നു, അല്ലേ? ഇതുപോലുള്ള വാക്യം പുതിയ നിയമത്തിൽ ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ? കലം കുശവനോട് നീ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത് എങ്ങനെ ചോദിക്കും, അല്ലേ? സൃഷ്ടിതാവിന് ഈ സർപ്പങ്ങളെ ആദ്യമേ ഇങ്ങനെ
സൃഷ്ടിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. സർവശക്തനാണ്, ഇതിന് ചോദ്യം ചെയ്യാനും പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുന്നതിൽ കാര്യമില്ല. 2, സ്വതന്ത്ര ഇച്ഛാശക്തിയും ബൗദ്ധിക കഴിവുകളും ഇല്ലാത്തത് ശിക്ഷകളെ ശാരീരികമായത് മാത്രമാക്കുന്നു, മാനസികമോ ബൗദ്ധികമോ ആയതല്ലാതാക്കുന്നു. ഫ്രീ വില്ലില്ല, ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റീസ് ഇല്ല, ബുദ്ധിയില്ല. ഇപ്പോൾ ഒരാടിനെ കൊല്ലാൻ കൊണ്ടുപോവുക, കെട്ടി വലിച്ചുകൊണ്ട്, അല്ലേ, കശാപ്പുകാർ കൊണ്ടുപോകുന്ന കാണത്തില്ലേ, കെട്ടി വലിച്ചല്ലേ. അപ്പോൾ ഈ ആടെന്തായിരിക്കും ചിന്തിക്കുന്നത്? എൻ്റെ കർത്താവേ, എന്നെ കൊല്ലാൻ കൊണ്ടുപോവുക, ചിന്തിക്കുമോ? അതിനെങ്ങും അതൊന്നും അറിയത്തില്ല. ആ കെട്ടി വലിക്കുന്നതിൻ്റെ ഒരു വേദന കാണും. അല്ലെ ആടിങ്ങനെ ചിന്തിക്കും, എൻ്റെ ഭർത്താവ് ഇനി എന്ത് ചെയ്യും, ആര് കുക്ക് ചെയ്ത് കൊടുക്കും, ചിന്തിക്കുമോ? എൻ്റെ പിള്ളേരെന്നോ ചെയ്യും, ഞാനായിരുന്നു പാല് കൊടുക്കും, ചിന്തിക്കുമോ? എന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിന് അനുഭവിക്കാവുന്ന വേദനയ്ക്ക് ഒരുപാട് ലിമിറ്റുണ്ട്. ഒരു കോഴിയെ നമ്മൾ മുറിച്ച് കറി വെക്കാൻ തുടങ്ങുമ്പോൾ, അയ്യോ എൻ്റെ വീട്ടുകാർക്ക് എന്ത് പറ്റുമെന്നൊന്നും കോഴി ചിന്തിക്കത്തില്ല. അതിന് ആ ഫിസിക്കൽ പെയിൻ മാത്രമേ ഉള്ളൂ. ബൗദ്ധികമായിട്ടുള്ള അല്ലെ ബുദ്ധിപരമായിട്ടുള്ള പെയിനാ ശരിക്കുള്ള പെയിന്. അപ്പോൾ ഇതിൻ്റെ ശിക്ഷയെന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവിലുള്ള ശിക്ഷയല്ല. അതുകൊണ്ട് തന്നെ ഈ ശിക്ഷകൾ അത്ര കഠിനമായിട്ടുള്ള ശിക്ഷകളല്ലായിരുന്നു. മാത്രമല്ല, എത്ര ജീവികളെയൊക്കെ കൊന്നു തിന്നുന്നുണ്ട് മനുഷ്യൻ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊരു ശിക്ഷ ഒരു വലിയ കഠിനമായ ശിക്ഷയല്ല. അപ്പം ചോദിക്കും, പിന്നെന്തിനാ ശിക്ഷിച്ച്? കഠിനമല്ലേ പിന്നെ ശിക്ഷ? അവിടെ നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം വരും. ദൈവത്തെ അനുസരിക്കാത്തതിന് അനന്തരഫലങ്ങൾ ഉണ്ടാകുമെന്നും ഭാവിയിൽ അത്തരം മണ്ടത്തരങ്ങൾ ഒഴിവാക്കണമെന്നും മാനവജാതിക്കുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത്. കളിക്കല്ല. നോക്കിക്കേ, ഒരു പാമ്പ് കളിച്ചതിൻ്റെ പേരിൽ പുള്ളി ഇപ്പോഴും തറയെ കൂടെ എഴഞ്ഞ് നടക്കുകയാണ്. പറഞ്ഞു. ഒരു സംശയം, അത് ആദാമിനും ഹവ്വയ്ക്കും കൊടുത്ത ശിക്ഷയിൽ തന്നെ ഇതില്ലേ? ഉണ്ട്. പക്ഷേ ഇത് അതിലും നല്ലൊരു ശിക്ഷയല്ലേ, ഡെമോൺസ്ട്രേഷൻ അല്ലേ. ഈ പാമ്പിനെ കാണുമ്പോഴൊക്കെ ഓർക്കും. ഒരു ഒന്നിലധികം തെളിവുകൾ. ഇനി ഇതിനകത്ത് തർക്കുത്തരം പറഞ്ഞു വരരുത്. ഹാൻഡിലിങ് സിൻ ഈസ് സീരിയസ്. പാപം ചെയ്യുന്നത് ഗൗരവകരമാണ്. ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ആ ഒരു സിസ്റ്റത്തിനൊരു ഫ്ലോ ഇല്ലേ? അതായത് നമ്മൾക്കിപ്പോൾ പറയാൻ പറ്റും, ഫ്രീ വിൽ ഇല്ലാത്ത ഒരു ആനിമലിനെ ശിക്ഷിച്ചതോടെ ഇങ്ങനെയൊരു എന്താ പറയുക, ഇത് ഉറപ്പിക്കാൻ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇത് ഉറപ്പെന്ന് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം വേദപുസ്തക പ്രകാരം വേദപുസ്തകത്തെ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെ ഫ്ലോലെസ് ആയിട്ടുള്ള ഇൻകറപ്റ്റബിൾ ആയിട്ടുള്ള വേർഡായിട്ടാണ്. അവിടെ ആദാമിനെ ശിക്ഷിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ മനുഷ്യന് ആ ഉറപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പാമ്പിനെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആലോചിച്ച് നോക്ക്. ഈ പാമ്പ് എഴഞ്ഞു പോകുമ്പോൾ ഇതിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നോ? പണ്ട് ഞങ്ങളുടെ വലിയപ്പച്ചന്മാർ നടന്നാ പോയിക്കൊണ്ടിരുന്നത്, എനിക്ക് ഗതികേടായി, എനിക്ക് ശിക്ഷ കിട്ടി. ഇല്ലായിരിക്കും. നമുക്ക് വരും. ഇവനാണ് അന്ന് ആ കുഴപ്പമെല്ലാം കാണിച്ചത്. ഒരു അഡീഷണൽ വാണിംഗ് മനുഷ്യന് കൊടുക്കണ്ടേ? നല്ലതല്ലേ? ഫോർ സം റീസൺ എനിക്ക് അതിൻ്റെ പേർപ്പസ് മനസ്സിലാവുന്നില്ല. പേർപ്പസ് അങ്ങനൊരു മനുഷ്യനൊരു വാണിംഗ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വാണിംഗ്. ഡോണ്ട് പ്ലേ വിത്ത് സിൻ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി, നോയിങ്ലി ഓർ അൺനോയിങ്ലി. സിൻ ഈസ് ഡേഞ്ചറസ്. ഡോണ്ട് ഗെറ്റ് ഇൻവോൾവ്. മറ്റൊരു ആസ്പെക്ട് എനിക്ക് തോന്നിയത്, ഈ മനുഷ്യൻ്റെ സിന്ന് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിയുടെ സിന്നിന് ഒരു ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമാനിറ്റിയും ഉണ്ട്, ഹ്യൂമാനിറ്റിയുടെ എൻവിറോൺമെന്റിനും ഉണ്ട്. നീ മുഖാന്തരം പ്രകൃതി ശപിക്കപ്പെട്ടത്, ഭൂമി ശപിക്കപ്പെട്ടിരുന്നു. പക്ഷെ അത് പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിൽ ലിമിറ്റഡ് ആയിട്ട് അവിടെ പറയുന്നത്. ഓക്കെ. പക്ഷേ ഇപ്പം നമ്മൾ ഇപ്പം ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് പലതും നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ സിന്നാണ് അതിന്റെ കാരണം. അപ്പം അത് ആ നാച്ചുറൽ ഡിസാസ്റ്റർ ഒന്നും ഒരു ജീവിയെ വേദനിപ്പിക്കുന്നില്ല. ഞാൻ മുങ്ങിച്ചത്തല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? എന്നാൽ അത് മനുഷ്യൻ്റെ പാപത്തിൻ്റെ കോൺസിക്വൻസുമാണ്. ഇനി നമ്മളിങ്ങോട്ട് വരുമ്പം ഈ പാമ്പ് നടക്കുകയായിരുന്നുള്ളതിനും പൊടി തിന്നുക എന്നുള്ളതിനും എല്ലാം തെളിവ് ദൈവം അവശേഷിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഒരു സുവോളജി വിദ്യാർത്ഥിയാണെങ്കിൽ പാമ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകം ധ്യാനിച്ചു പോകാം മുന്നോട്ട്. പാമ്പ് നടക്കുകയായിരുന്നെന്ന് ശാസ്ത്രീയമായിട്ട് തെളിവുണ്ട്. പാമ്പ് പൊടി തിന്നുകയാണെന്നുള്ളതുണ്ട്.
പാമ്പിനും മനുഷ്യനും കൂടെ എനമിറ്റി ഉണ്ടാക്കി എന്നുള്ളതിനുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റം വഴി മനുഷ്യനൊരു അഡീഷണൽ എവിഡൻസ് കൊടുത്തിരിക്കുക, ഡോണ്ട് പ്ലേ വിത്ത് സിൻ. അതേ സമയത്ത് ഇതിനകത്ത് ഈ ശിക്ഷിക്കപ്പെടുന്നതിന് ഇത് അറിയത്തുപോലുമില്ല അത് ശിക്ഷിക്കപ്പെട്ടെന്ന്. എന്ന് പറഞ്ഞാൽ ആ ശിക്ഷ നമുക്ക് വേണ്ടിയുള്ള ഒരു ഒബ്ജക്റ്റ് ലെസനാണ്. ബേസിക്കലി പാമ്പിൻ്റെ പനിഷ്മെന്റ് ഈസ് നോട്ട് ഫോർ ദ പാമ്പ് അലോൺ ബട്ട് ഫോർ ദ മാൻകൈൻഡ്. എലോണം എന്ന് പറഞ്ഞാൽ അതിന് പോലും അതിനല്ല പോലും ഇത് അതിനെ അറിയത്തേയില്ല, അറിയത്തില്ല. ദാറ്റ്സ് വാട്ട്. So it is ഫീൽ ചെയ്യത്തേയില്ല. purely for the higher mankind. ദൈവം മനുഷ്യന്റെ സറൗണ്ടിങ്ങിലാണ് എല്ലാ പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അതെ അതെ. അപ്പം ദിസ് ഈസ് എ കോംപ്രിഹെൻസീവ് സിസ്റ്റം വേർ ഗോഡ് വാണ്ട്സ് ടു കൺവിൻസ് ഹ്യൂമാനിറ്റി ദാറ്റ് സിന്നിങ് ഈസ് ഡേഞ്ചറസ്. പാപം അതിഭയാനകമാണ്. പാപത്തിൻ്റെ ഫലം പ്രകൃതിയിൽ പോലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ പ്രകൃതി പോലും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആകാശം മഹത്വത്തെ വർണ്ണിക്കുന്നെന്ന് പറയുന്നത് പോലെ പ്രകൃതിയിൽ വന്ന ഡീഫോമിറ്റീസ് ഒക്കെ തന്നെ മനുഷ്യപാപത്തിൻ്റെ ഘോരതയെ മനുഷ്യന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. യു ബെറ്റർ റിപ്പൻറ്റ് ആൻഡ് റിസീവ് ജീസസ്. പാമ്പും ഒരു സുവിശേഷമാണ്. എഴഞ്ഞു നടക്കുമ്പോൾ ഓർത്തോണം, യെസ്, ഹ്യൂമൻ സിൻ ഈസ് ഡേഞ്ചറസ്. അപ്പം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഈ ചിന്ത പലപ്പോഴും വിശ്വാസികൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ് സങ്കടം. ഒരു ചോദ്യം കൂടെ, സമയം ഒത്തിരി പോയി. ഏത് പാമ്പിന്റെ തലയെ തകർക്കുന്ന കാര്യമാണ് പറയുന്നത്? നമ്മൾക്കിപ്പോൾ ഉള്ള പാമ്പിനോടുള്ള ശത്രുതയാണോ അതോ പിശാചെന്ന പാമ്പിന്റെ തലയെ തകർക്കുന്ന? രണ്ടുമുണ്ട്. വചനത്തിലെ ഏത് പ്രവചനത്തിനും ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റും ഉണ്ട്, ഒരു ലോങ് ടൈം കോണ്ടെക്സ്റ്റും ഉണ്ട്. അപ്പോൾ പാമ്പ് തന്നെയാണ് പിശാച് ആ ഒരു കോണ്ടെക്സ്റ്റിൽ. ചിലപ്പോൾ അടുത്ത ആഴ്ച ക്ലിയാരിറ്റി കിട്ടും. വരുന്നുണ്ട്. താങ്ക് യു.